الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا العظيم. وعن عائشة رضي الله تعالى أنه قال إن أكمل المؤمنين إيمانا أحسنه خلقا وأطفهم بأهلي قال نبينا وحبيبنا رسول الله صلى الله عليه وسلم سيد الأبرار حبك في دمي بحر على بحر السبابة جاري لك يا رسول الله في أعماقنا قمم للجلال والإكرام يا سيد السادات جعتك قاصدا أرجو منك ما أخذتني رحمك ചൂടുള്ള നാളുണ്ടേ കിയാമന്നാളാ ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വണ്ടിയുമായി വരുന്നേ കാണാ സീനത്തിനാലോചിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള
വന്യസരായ ബഹുനിരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മബന്ധന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സായം സന്ധിയിലെ സംഗമം അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലും നൽകുന്ന നമ്മുടെ ഗുരുനാഥന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വാധിനാഥനും സർവീശ്വരനും സർവശക്തനും സർവാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഈ പുണ്യമായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മതപ്രഭാഷണ പരമ്പരയുടെ 1ാമത്തെ ദിവസമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്ക് പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം വളരെ കുറവാണ്. നമുക്ക് സമയം വളരെ കുറവാണ്. 10 മണിക്ക് വഅൽ അവസാനിപ്പിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഅൽ പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമായി. ഒരുപാട് സദസ്സുകളിൽ വഅലിന് പോയിട്ടുണ്ട്. ഒരുപാട് കേരളത്തിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്ന കണ്ണൂർ ജില്ലയിലൊക്കെ പോലും വഅൽ പറയാൻ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സദസ്സിൽ വഅൽ പറയാൻ വരുന്നത്. അതിൽ വല്ലാത്ത മനസ്സിൽ വേദനയുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു സദസ്സിൽ വഅലിന് വരുമ്പോ ഇവിടെ നിൽക്കണ ഈ പോലീസുകാരൊക്കെ ആ പാവങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങാനുള്ളവരാ. അവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അതൊക്കെ കാണുമ്പോ വല്ലാത്ത വേദനയുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്തും ഈമാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സമയം വളരെ കുറവാ. 10 മണിക്ക് നിർത്തണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് 10:01 പോയാ എനിക്കും പ്രശ്നമാ, നിങ്ങൾക്കും പ്രശ്നമാ. അതുകൊണ്ട് ആർക്കും പ്രശ്നം വേണ്ടല്ലോ. ദീൻ പറയുന്ന കാര്യത്തിൽ പോലും ഒരു ഒത്തൊരുമയില്ലാത്തവർ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല കാര്യങ്ങൾക്ക് പോലും എതിരെ നിൽക്കുന്നവർ, വല്ല സംഘടനയോ രാഷ്ട്രീയ പരിപാടികളൊക്കെ ആണെങ്കിൽ അതിൽ പറയാം. അള്ളാഹിനെ കുറിച്ച് പറയണ ഈ സദസ്സുകളിൽ പോലും നമ്മളിൽ പലർക്കും മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവേ വല്ലാത്ത ചിന്തകളാ. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. മനുഷ്യന്മാർ അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ചിലപ്പോ മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരം തോന്നി. എനിക്ക് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ചിലപ്പോ മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരം കടന്നു വരും. നന്മയോ തിന്മയോ അതൊന്നും നോക്കൂല. എല്ലാവർക്കും മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ശൈത്താൻ അങ്ങനെ ആയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊരു തുടക്കത്തിൽ തന്നെ, വഅദിന്റെ തുടക്കത്തിൽ അവസാനം പറയാൻ സമയം കിട്ടിയില്ലല്ലോ, അത് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു തരാം. നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോ റോഡിൽ കാഷ്ടം കിടക്കുന്നത് കണ്ടാൽ ഏത് മനുഷ്യനും മുഖം മൂക്കൊന്നു പൊത്തും. എന്നിട്ട് വളരെ പുച്ഛത്തോടു കൂടി അതിനെ നോക്കുന്നത്. എങ്കിൽ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് കഥ കടന്നു വരണം. കാശം കാണുമ്പോ ഏത് മനുഷ്യനും ഒന്ന് മൂക്ക് പൊത്തിയിട്ട് വൃത്തികെട്ട സാധനം എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും മുഖം ചുളിച്ചിട്ട് നടന്നു പോകുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ കാഷ്ട നമ്മളോട് പറഞ്ഞ ഒരു കഥയുണ്ടെന്നറിയോ? ആ കാഷ്ട നമുക്കൊരു കഥ പറഞ്ഞു തരുന്നുണ്ടെന്നറിയോ? എടാ, നീ എന്നെ നോക്കിയിട്ട് മൂക്ക് പൊത്തുന്നു, നീ ആരാ? എടാ, എന്നെ നോക്കിയിട്ട് നീ പുച്ഛത്തോടെ നടക്കുന്നോ, മുഖം ചുളിച്ച് നടക്കുന്നോടാ, നീ ആരെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാശ നമ്മളോട് പറഞ്ഞു തരുന്ന കഥ എന്തെന്നറിയോ? കടയ്ക്കകത്ത് ഇന്നലെ ഒരു കടയ്ക്കകത്ത് എന്നെ കണ്ടപ്പോ എല്ലാവരും ആഗ്രഹിച്ചു വാങ്ങാൻ. എന്റെ പ്രിയമുള്ളവരെ, ലഡുവും ജിലേബിയും അലുവയുമായി ഓരോ കടയുടെയും ഗ്ലാസിന്റെ ഉള്ളറകളിൽ ഈ സാധനം ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ടവരെല്ലാവരും ഇത് മേടിച്ചു തിന്നാൻ ആഗ്രഹിച്ചു. പക്ഷേ അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരൊറ്റ ദിവസം നിന്റെ വയറ്റിൽ കിടന്നപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട സാധനമായിട്ട് ഞാൻ മാറി. അപ്പൊ ഞാനാണോ നല്ലവൻ, നീയാണോ നല്ലവൻ? ചിന്തിക്കും. മനുഷ്യന്റെ വയറ്റിൽ അത്രയും വിലപ്പെട്ട എല്ലാവരും ആഗ്രഹിച്ച ആ സാധനം ഒരൊറ്റ ദിവസം കിടന്നപ്പോ പിന്നെ ലോകത്ത് ഒരു ജീവിക്ക് പോലും അത് വേണ്ട, അങ്ങനെ ഒരു അവസ്ഥയായി മാറി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അഹങ്കാരവും ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയുക. അള്ളാഹു നമ്മുടെ മനസ്സുകളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എനിക്ക് തന്നിരിക്കുന്ന വിഷയം നന്മയുള്ള കുടുംബം. ആ വിഷയത്തെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും, ആ പറയുന്നത് ആദ്യം എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ് തന്ന 10 മണിക്ക് മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് ഈ വഅൽ അവസാനിപ്പിക്കും. അള്ളാഹു ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത്രയും നേരം ഇരിക്കൂലേ? അത് പകുതി പോകൂ?
ഇല്ല, എല്ലാരും ഒന്ന് എഴുന്നേറ്റ് ആദ്യം. വയത് കേൾക്കാൻ വന്നിരിക്കുക. 9.5 മാസമായി പെണ്ണ് പ്രസവ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, കാലം നീട്ടി. എല്ലാരും ഒന്ന് എഴുന്നേറ്റ്. ആ റോഡിൽ നിൽക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ ഒന്നീ സദസ്സിൽ കയറിയിരി. എന്തിനാ വെളിയിൽ പോയി നിൽക്കണേ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകാനാ. അല്ല സ്വർഗം കാണിച്ചിട്ട് പറഞ്ഞു ഒന്ന് കയറി നിൽക്കട. ഇല്ല റബ്ബേ, ഞാൻ വെളിയിലേ നിൽക്കൂ. എന്തിനാ സഹോദരങ്ങളെ? ഇരിക്കുന്ന സമയം ഇരുന്നാൽ മതി. പോകണം തോന്നുമ്പോ പൊക്കോ. ഇൻഷാ അല്ലാ. ഇഴുന്നേക്കപ്പ, ഇരിക്കല്ലേ, എഴുന്നേക്ക്. ഇൻഷാ അല്ലാ അവസാനം വരെ ഇരിക്കൂലേ? ഒരു 3 സ്വലാത്ത് പറഞ്ഞേ സന്തോഷത്തോടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ മജ്ലിസും ദുആയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇരിക്കും. അതുകൊണ്ട് എല്ലാവരുടെ അനുമതിയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരെ കണ്ടിട്ടുള്ളവരാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് ഭാഗ്യവാന്മാർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഭാഗ്യവാന്മാരെ കുറിച്ച് നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഓണത്തിനൊക്കെ പോയി കടകളിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു കുറി എഴുതിയിട്ടിട്ടുണ്ട്. അതടിക്കുന്നവന് നമ്മൾ ചിലപ്പോൾ ഭാഗ്യവാനെന്ന് പറയും. 8 കോടി രൂപയുടെ ലോട്ടറി എടുത്തിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അതിൽ ആർക്കാണ് അടിക്കുന്നത് എന്ന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, എങ്കിൽ യഥാർത്ഥ ഭാഗ്യവാനാരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുന്നവരിൽ മനുഷ്യരിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 3 കാര്യങ്ങൾ ഏത് മനുഷ്യനാണോ ലഭിക്കുന്നത്, 3 കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. 3 കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ? ഈ പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മുസൽമാന് കിട്ടിക്കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ 3 കാര്യങ്ങൾ ഏതാ നബിയേ? ആ 3 കാര്യങ്ങൾ ഏതാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു സ്നേഹനിധിയായ, ഒരു സാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, ദുഃഖത്തിനും സന്തോഷത്തിനും താങ്ങാകുന്ന, തന്റെ കൂടെ നിൽക്കുന്ന, ഒരിക്കലും ചതിക്കാത്ത, വഞ്ചിക്കാത്ത ഒരു പ്രിയപ്പെട്ട ഭാര്യ ഏതെങ്കിലും ഒരു മനുഷ്യനെ കിട്ടിയാൽ അവനാണ് ഭൂമിയിലെ ഭാഗ്യവാനെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്, 3 കാര്യങ്ങളിൽ 1ാമത്തെ കാര്യം അല്ലാഹുവേ ഒരു സാലിഹത്തായ ഭാര്യയാണ്. 2ാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ സ്വഹാബാ, 2ാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചവരെ താർപ്പ വലിച്ചു കെട്ടിയതാകട്ടെ ഒരു വീടുണ്ടല്ലോ, ഒരു നല്ല ഭവനമുണ്ടല്ലോ. അല്ലാഹുവേ, പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും തനിക്ക് തലചായ്ക്കാൻ ഒരു വീട് കിട്ടല് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഒരു മനുഷ്യന്റെ 2ാമത്തെ ഭാഗ്യമാണ്. ഭാഗ്യവാന്റെ 3ാമത്തെ അടയാളം എന്തെന്നറിയുമോ? സഞ്ചരിക്കാനുള്ള ഒരു വാഹനം ഏത് മനുഷ്യനുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ജീവിതത്തിലെയും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ഓരോ ആണിനും പെണ്ണിനും മനസ്സിൽ അല്ലാഹുവേ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹനിധിയായ ഒരു ഭാര്യ, അല്ലാഹുവേ സാലിഹത്തായ ഒരു ഭാര്യ, 2 പേർക്കും കേറിക്കിടക്കാൻ ഒരു കൂര, അല്ലാഹുവേ പിന്നീട് ഒരു വാഹനം. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിൽ 3 കാര്യങ്ങളിലേ സകലമുള്ളൂ.
മൂന്ന് കാര്യങ്ങളിൽ മാത്രമേ ശകുനമുള്ളൂ. അള്ളാന്റെ റസൂല് പറഞ്ഞു തരികയാ. ഒന്നാമതായിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബ, ഒരു മനുഷ്യന്റെ ഭാര്യയിൽ ശകുനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ദുർലക്ഷണമുള്ളത് മൂന്ന് കാര്യങ്ങളിലാണ്. ഒന്നാമത്തെ കാര്യം ഭാര്യയിലാണ്. അതാ നീ വിവാഹം കഴിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളിൽ നിനക്ക് നാശമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ചെറുപ്പക്കാരെ വിവാഹം കഴിച്ചിട്ട് ഭാര്യയോട് പറയും, പെണ്ണ്, എന്നാണോ നീ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്, അന്നത്തോടുകൂടി എന്റെ ജീവിതം കണ്ണീരിലാ പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ശകുനമുള്ള രണ്ടാമത്തെ കാര്യം വീടാണ്. വീട്ടിൽ ശകുനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം വാഹനമാണ്. വാഹനത്തിലും ശകുനമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. മൂന്ന് കാര്യങ്ങളിലാണ് ശകുനമുള്ളത്. അതുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ കടന്നു പോകുന്ന ജനങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഏതൊരു മനുഷ്യന്റെയും മനസ്സിലൊരു ചിന്തയുണ്ട്, റബ്ബേ, പടച്ചവരെ ചിന്തിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ ഏതൊരു ചെറുപ്പക്കാരന്റെയും മനസ്സിന്റെ ഉള്ളിലൊരാഗ്രഹമാണ്, അല്ലാഹുവേ, ഒരു നല്ല പെണ്ണിനെ എനിക്ക് തരണേ അല്ലാ. റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബിനോട് ദുആ ചെയ്യുന്നവരുണ്ടല്ലോ, ഒരു സാലിഹത്തായ ഭാര്യയെ കിട്ടാ, ഒരു സാലിഹായ ഭർത്താവിനെ കിട്ടാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കിട്ടാറ്. അല്ലാഹുവിനോട് 5 നേരം നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വിവാഹ ജീവിതം വല്ലാത്ത മോശമായ കാലത്തിലാണല്ലോ. ഇന്ന് നിസാര വിഷയങ്ങൾക്ക് വേണ്ടി പടച്ചവരെ എത്രയെത്രയോ മക്കളെ തീമാകുന്ന കാലത്താണ്. കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ ഖതീബന്മാർക്ക് പോകാൻ സമയമില്ല. കാരണം ചെന്നു കഴിഞ്ഞ പടച്ചവനെ വിവാഹമോചനത്തിന്റെ തലാഖിന്റെ നിരന്ന് പള്ളിയുടെ പെണ്ണി മുന്നില് ആണും പെണ്ണും വന്നിട്ട് തലാഖ് പറയുന്നതും കാത്തുകിടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, എന്തുകൊണ്ടെന്നറിയുവോ? വിവാഹ ജീവിതത്തിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവും എനിക്കും നിങ്ങൾക്കും അറിയാത്തത് കൊണ്ടാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരികയാണ്. വീടിനകത്ത് കിടന്നിട്ട് ഒരു കൂരയുടെ താട്, ഒരു കട്ടിനകത്ത്, ഒരു ബെഡിനകത്ത് പടച്ചവരെ ശരീരത്തിന്റെ തോലുകൾ ചേർന്ന രീതിയിൽ കടന്നിരുന്ന ഭാര്യയും ഭർത്താവും കിടന്ന് തമ്മിലടിക്കുമ്പോ, നിസാര വിഷയങ്ങൾക്ക് വേണ്ടി കോടതികൾ കയറിയിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന റജുലൻ ഇദാ നദറ ഇലാ ഇംറഅതിഹി വനദറ ഇലൈഹി നദറല്ലാഹു തആല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ മുഖത്തേക്ക് പടച്ചവന്റെ തൃപ്തി കരുതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് പടച്ചവന്റെ തൃപ്തി കരുതിയിട്ടെന്ന് നോക്കിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാ. അല്ലാഹുവേ, ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവേ ഒന്ന് നോക്കിയാൽ, പെണ്ണെ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഏതെങ്കിലും ഒരു ഭാര്യ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, അല്ലാഹുവേ, നിന്റെ ഭാര്യയുടെ കയ്യിലെങ്ങാട് നീ ഒന്ന് കേറി പിടിച്ച അല്ലാഹുവിന്റെ റസൂൽ
റസൂല് പറയുകയാണ്, ആ കൈയുടെ വിരലുകൾക്കിടയിലൂടെ നീ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായ്ക്കകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ മനുഷ്യന് നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലിരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാരനായ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ, അല്ലാഹുവേ പള്ളിക്കകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. സഹാബാക്കളെ മുഴുവനും സഹാബത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവരുടെ കയ്യിൽ പിടിച്ചിട്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കൈകൊണ്ട് വെള്ളം കോരിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ ആ പെണ്ണ് ചോദിച്ച, സൗബാനേ, എന്തേ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്തേ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവിടുന്ന് പറയുന്ന, പെണ്ണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായ്ക്കകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത ആ മനുഷ്യന് നാളെ ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടെന്ന് പ്രവാചകന് പറഞ്ഞിരിക്കുന്ന പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ മടിയാണല്ലോ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ പ്രിയമുള്ളവരെ നമുക്കൊന്ന് ചിരിക്കാൻ കഴിയില്ലല്ലോ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ സമയമില്ലാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, പെണ്ണേ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? വീട്ടിലേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹുവേ കടന്ന് കഷ്ടപ്പെട്ടിട്ട് രക്തം വിയർപ്പാക്കി ജോലി ചെയ്തിട്ട് വൈകുന്നേര സമയത്ത് തളർന്ന് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ. ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പ്രിയപ്പെട്ട ഭാര്യയൊന്ന് ചിരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, പെണ്ണ്, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? അങ്ങനെ ചിരിച്ചാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് കിടക്കുന്ന ദിവസമുണ്ടല്ലോ, വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് അല്ലാഹുവേ നിന്റെ മയ്യത്ത് വീട്ടിൽ കിടത്തിയിരിക്കുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ നിന്റെ ജനാസ കാണാൻ വരുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, പെങ്ങള്, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവേ മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരിയാട്, മരിച്ചു കിടക്കുമ്പോഴും നിന്റെ മുഖത്ത് ചിരിയാട്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, ഭർത്താവ് പിണങ്ങിയിരുന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ മുന്നിലേക്ക് പ്രിയപ്പെട്ട ഭാര്യ കടന്നു ചെന്നിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നേക്കാ, നിങ്ങൾ ഇനി എന്നോട് മിണ്ടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഉറങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ ഭർത്താവിനെ കൊണ്ട് മിണ്ടിപ്പിക്കുന്ന പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവൾക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് പറയുക, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇനി നിങ്ങൾ മിണ്ടുന്നത് വരെ ഭക്ഷണം കഴിക്കൂല, ഞാനിനി ഉറങ്ങൂല, നിങ്ങൾ എൻ്റെ അടുത്ത് മിണ്ടുന്നത് വരെ ഞാനിനി ഉറങ്ങൂല എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കിടന്ന് യാചിച്ചാൽ ആ ഭാര്യയ്ക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ജീവിതത്തിന്റെ വിലയും മഹത്വവിധ. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. അടിക്കാനും തമ്മിലടിക്കാനും വഴക്കുണ്ടാക്കാനും മറ്റൊരു തൊലിവെളുപ്പുള്ളവളെ കാണുമ്പോൾ സ്വന്തം ഭാര്യയെ മറക്കുന്നവരാ ഞാനും നിങ്ങളും.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അടിയും ബഹളമൊക്കെ ഉണ്ടാകും. അടിയും ബഹളവും ഇല്ലാത്ത ജീവിതം, സ്നേഹമുള്ളിടത്തല്ല ഇതെല്ലാം ഉണ്ടാവുള്ളൂ. ചട്ടിയും കരവുമായി തട്ടിമുട്ടിയൊക്കെ കിടക്കും. അതങ്ങനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും ഒരു വിഷയത്തിൽ പരസ്പരം പിണങ്ങി. രണ്ടുപേരും എന്തോ ഒരു വിഷയത്തിൽ പരസ്പരം പിണങ്ങി, മിണ്ടുന്നില്ല. രണ്ടുപേരും മിണ്ടുന്നില്ല. അവസാനം മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മധ്യസ്ഥനായിട്ട് കടന്നു വന്നു. ഭാര്യയും മിണ്ടുന്നില്ല, ഭർത്താവും മിണ്ടുന്നില്ല, അള്ളാന്റെ റസൂലും ആയിഷ ബീവി മിണ്ടുന്നില്ല. ചിന്തിക്ക്, രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് മധ്യസ്ഥനായിട്ടിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, ആദ്യം പരാതി നീ പറയുന്നോ അതോ ഞാൻ പറയണോ? ആദ്യം പരാതി നീ പറയുന്നോ അതോ ഞാൻ പറയണോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ആദ്യം പറഞ്ഞോ, പക്ഷേ കള്ളത്തരമൊന്നും എന്റെ വാപ്പാനോട് പറഞ്ഞു കൊടുക്കരുത്. പെണ്ണിന്റെ സ്വഭാവം അങ്ങനെ, പഠിക്കണം. ആയിഷ ബീബി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ സംസാരിച്ചോ, പക്ഷെ ഇല്ലാത്ത കാര്യം എന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു തീരേണ്ട താമസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു അത്രേ. തന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വാപ്പയടിച്ചു. സഹിക്കാൻ കഴിയുന്നില്ല. ഭാര്യ നിന്ന് കരയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ പിണങ്ങിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാടി എഴുന്നേറ്റു ഓടി ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കറെ, മധ്യസ്ഥ പറയാൻ വന്നാൽ മധ്യസ്ഥ പറയണം. എന്റെ ഭാര്യ അടിക്കാൻ നിനക്കാരാ അവകാശം തന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയുടെ കണ്ണൊന്ന് നിറഞ്ഞ അവിടെ തീരണം നമ്മുടെ വൈരാഗ്യവും ദേഷ്യവും എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ എല്ലാവരും ഓതുന്നവരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ എല്ലാവരും ഓതുന്നവരാ. ആ സൂറത്ത് യാസീനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും കുറിച്ച് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഹും അസ്വാജുഹും ഫീ ലിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. പാതിരാത്രി കടിമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതി കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉണ്ടല്ലോ. അള്ളാഹുവേ, തന്റെ ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് നാളെ സ്വർഗ്ഗത്തിലെ ചാരികസേരയിൽ ഇരുന്നിട്ട് അള്ളാഹുവേ തോഴിമാരുടെ കൂടെ ഇരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവന്റെ സ്വർഗ്ഗത്തില് ഒരു ഭാര്യയും ഭർത്താവും മക്കളും കൂടെ സ്വർഗ്ഗത്തിലിരുന്ന് കളിച്ച് ചിരിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവേ, സ്വർഗ്ഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെ മലക്കുകൾ കടന്നു വരികയാണ്. എന്നിട്ട് ഈ ഭാര്യയും ഭർത്താവിനെയും നോക്കിയിട്ട് അവരൊന്ന് പറയുന്നു, അല്ലാഹുവേ, എല്ലാ മലക്കുകളും സ്വർഗ്ഗത്തിന്റെ കവാടത്തിലൂടെ കടന്നു വന്നിട്ട് ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് മലക്കുകൾ മുഴുവനും സലാം പറയുകയാ. അല്ലാഹുവേ, ഈ നാട്ടിലെ ഏതോ ഒരു പാവപ്പെട്ട കൂരയ്ക്കകത്ത് കിടക്കുന്ന ഭർത്താവും ഭാര്യ, പടച്ചവരെ, ഈ ഭാര്യയെയും ഭർത്താവിനെയും രണ്ട് മക്കളാ, ഭാര്യയും ഭർത്താവും രണ്ട് സൈഡിലിരുന്നിട്ട് മക്കളെ പിടിച്ച് നടുക്കിരുത്തിയിട്ട് ചാരികസേരക്കകത്തിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ കയറി വന്നിട്ട് സലാം പറയുകയാണ്. ഇത് കാണുമ്പോ ജനങ്ങൾ ചോദിക്കും, എങ്ങനെയാ നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടിയത്?
എങ്ങനെയാണ് മലക്കുകൾ മുഴുവനും സലാം പറയുന്നല്ലോ, എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്നല്ലോ, സ്വർഗത്തിലും നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായല്ലോ, എങ്ങനെയായി പ്രതിഫലം കിട്ടിയതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, സ്വർഗത്തിലും തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലും ഈ ദുനിയാവിൽ കഴിഞ്ഞതുപോലെ ജീവിക്കണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആരുടെ ജീവിതത്തിൽ 4 കാര്യങ്ങളുണ്ടോ അവന്റെ കുടുംബം നാളെ സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ പടച്ചവന്റെ സ്വർഗത്തിലെ ഭാര്യയും ഭർത്താവും മക്കളുമായി ഇവിടെ ജീവിച്ചതുപോലെ അവിടെയും ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ നോക്കിയിട്ട് എല്ലാ മലക്കുകളും സലാം പറയും. ഈ സലാം പറഞ്ഞവരെ ബഹുമാനിക്കുന്നത് കാണുമ്പോ നാട്ടുകാര് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഈ പ്രതിഫലം കിട്ടി? പെങ്ങളെ, നിനക്ക് എങ്ങനെ ഈ പ്രതിഫലം കിട്ടി? അന്ന് ഭാര്യയും ഭർത്താവും മക്കളുടെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ 4 കാര്യം ജീവിതത്തിൽ ചെയ്തു, അതിന്റെ ഫലമായി ഇതെന്ന് നാളെ സ്വർഗത്തിൽ വെച്ച് ആ കുടുംബം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചവരെല്ലാവരും ഒന്ന് കൈവക്കിക്കുക. വിവാഹം കഴിച്ചിട്ടുള്ളവരൊക്കെ ഇതപ്പൊ പെണ്ണ് കെട്ടിക്കാനൊന്നും വല്ല കൈവക്ക്. അല്ലാഹുവേ, എല്ലാരും കെട്ടിയവരാ. ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാഹ്. ഈ മറ കെട്ടിയത് കാര്യമായി, ഇല്ലായിരുന്നെങ്കിൽ ഇന്നൊരു തീരുമാനമായി. ഈ മറ കെട്ടിയിട്ടുള്ളത് കാരണം എന്റെ പൊന്നാര താത്തമാരെ നിങ്ങളൊക്കെ ഭർത്താക്കന്മാര് പൊക്കിയിട്ടുണ്ടോ എന്ന് വീട്ടിൽ പോയി ചോദിക്കണം. അല്ലാഹുവേ, ഈ മൂദേവിയെ ഇവിടെ തന്നെ സഹിക്കണ പാട് എനിക്കറിയാം, ഇതിനെ ഇനി അവിടെയും കൊണ്ടുപോകണമെന്നാ ചിന്തിക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുടുംബജീവിതം 4 കാര്യം ഞാൻ പറഞ്ഞു തരാം, അനുസരിക്ക്. ഈ സന്തോഷവും ഈ ചിരിയും നാളെ സ്വർഗത്തിലും ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന നാളെ സ്വർഗത്തിൽ ഈ ഭാര്യയും ഭർത്താവും, നാളെ സ്വർഗത്തില് ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ച് നാളെ പടച്ചവന്റെ സ്വർഗത്തിലിരിക്കുന്നത് കാണുമ്പോൾ ഈ നാട്ടിലെ പെണ്ണുങ്ങളും അതാ ആണുങ്ങളും വളരെ അസൂയയോടെ അവര് നിങ്ങളോട് ചോദിക്കും, ഈ പ്രതിഫലം എങ്ങനെയാ കിട്ടിയത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ സമയത്തുണ്ടല്ലോ ആ ഭർത്താവും ഭാര്യയും അതാ ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ കുടുംബമുണ്ടല്ലോ ആ ഭാര്യയും ഭർത്താവും ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഒരു കൂരയുടെ കീഴിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവ്, എന്റെ പ്രിയമുള്ളവരെ, പരസ്പരം സ്നേഹിക്കാൻ പഠിക്കട്, പരസ്പരം ഒന്ന് സ്നേഹിക്കട്, ഭാര്യയൊന്ന് സ്നേഹിക്കട്. ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തരുന്നവളാണ്. നിന്റെ ഭർത്താവിനെ ഒന്ന് സ്നേഹിക്കു പൊന്നുമോള്, ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കു പൊന്നുമോള്. എന്റെ പ്രിയപ്പെട്ടവരോട്, ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞ, വിവാഹം കഴിഞ്ഞ ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞ, അവൻ ആദ്യമായിട്ട് ഓടി വരുന്നത് എവിടെയും അറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മഹാരായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവേ സൗരഗുഹയ്ക്കകത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒന്നാമത്തെ ആയത്തോട് കൊടുക്കുകയാണ്, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ വാചകം ഓതി കൊടുക്കുകയാണ്. പ്രവാചകനതാ ജിബ്രീലിനെ കണ്ട് പേടിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടി വന്നത് എവിടേക്കെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പേടിച്ച് വരണ്ടുകൊണ്ട് തന്റെ
തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, സമ്മിലൂനി യാ ഖദീജ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖദീജ എന്നെ ഒന്ന് പുതപ്പിക്കു ഖദീജ, എന്നെ ഒന്ന് പുതപ്പിക്കു ഖദീജ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ, സാലികത്തായ ഭാര്യയുണ്ടല്ലോ, സ്നേഹമുള്ള ഭാര്യയുണ്ടല്ലോ. പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തക്കകത്ത് കിടന്ന് ലോഡിങ് എടുത്തിട്ട് 90 കിലോയുടെ ചാക്കെടുത്ത് തോളിൽ വെച്ചിട്ട് അല്ലാഹുവേ പടച്ചവരെ രക്തം വിയർപ്പാക്കി കഷ്ടപ്പെട്ട് വൈകുന്നേരം ക്ഷീണിച്ച ശരീരത്തോട് വീട്ടിലേക്ക് കിടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചിരിക്കുന്ന മുഖത്തോടെ കവാടത്തിൽ നിൽക്കുകയാണ്. തളർന്നു വരുന്ന ഭർത്താവിന് അതാ കയ്യിൽ പിടിച്ച് സലാം പറഞ്ഞടുത്തേക്ക് വിളിച്ചിട്ട് തന്റെ തോളിൽ കിടക്കുന്ന ഷാലെടുത്ത് വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട്, ഇക്കാ പേടിക്കണ്ട, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ആ ഒരൊറ്റ വാക്ക് മതി ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ സ്നേഹത്തോടെയുള്ള ഒരു ചിരിമതി മോള്, ഒരു വാക്ക് മതി മോള്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട വേദനകൾ വിടുവരും ആ പ്രിയപ്പെട്ട ഭർത്താവ് മറന്നു പോവുകയാണ്. മഹദിയായ ഖദീജ റളിയല്ലാഹു തആല വീട്ടിലേക്ക് കിടന്നു വന്ന ഭർത്താവിനെ പുതപ്പിക്കുകയാണ്. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയുമോ? മഹാമഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല ഭർത്താവിനെ പുതപ്പിച്ചു കൊടുത്തിട്ട് തോളിൽ കൈവച്ചിട്ട് പറയുന്നു, നബിയേ, വല്ലാഹി മാ യഖ്ഫീകല്ലാഹു അബദാ. ഭർത്താവിന്റെ തോളിൽ തട്ടിയിട്ട് ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, നിങ്ങൾ പേടിക്കണ്ട, ഒരിക്കലും റബ്ബ് നിങ്ങളെ കൈവിടൂല. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഒരിക്കലും റബ്ബ് നിങ്ങളെ കൈവിടൂല. നിങ്ങൾ സാധാരണ മനുഷ്യനല്ല നബിയേ, പാവങ്ങളെ സഹായിക്കുന്നവരാ, യതീമീകളെ സഹായിക്കുന്നവരാ, രോഗികളെ സഹായിക്കുന്നവരാ, ആക്രമിക്കപ്പെടുന്നവരെ സഹായിക്കുന്നവരാ. അതുകൊണ്ട് നബിയേ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല. അതാ ഭർത്താവിന്റെ തോളിൽ കൈവച്ചിട്ട് ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. ആ 11 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടമാരെയായിരുന്നു എന്നറിയുമോ? ഖദീജ ബീവിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒരിക്കൽ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ഈ കിളവിയെ എന്തേ നബിയേ ഇത്ര ഇഷ്ടമെന്ത്? ഈ കിളവിയെ എന്താ നബിയേ? എപ്പോ നോക്കിയാൽ ഖദീജാന്റെ പേരാണല്ലോ നബിയേ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് നിന്റെ ഭർത്താവ് പറയുവോ? പൊന്നുമോള്, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുവോ? ചങ്ങനാശ്ശേരി പഴയ പള്ളിയിലുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് ഈ വിഷയം പറയാനുള്ള കാരണം എന്തെന്നറിയുവോ? ഒരു സദസ്സിലും കുടുംബജീവിതം ഇന്ന് വരെ വാഴ് പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് പറയാത്തവനാണ്. പക്ഷേ എന്റെ മനസ്സിലേക്ക് ഈ വിഷയം പറയാനുള്ള കാരണം എന്തെന്നറിയുവോ? 33 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട പെങ്ങള് 7 മാസം ഗർഭിണിയായിരുന്ന കുഞ്ഞുമോളാണ്. പടച്ചവരെ മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട പെങ്ങള് അതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു കുഞ്ഞിനെ എടുത്തു. കുഞ്ഞു മരിച്ചു, ബ്ലഡ് നിൽക്കുന്നില്ല, യൂട്രസ് എടുത്തു മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർമാര് പറഞ്ഞ കരളിലേക്ക് മഞ്ഞപ്പിത്തം പടർന്നിരിക്കുകയാണ്, കരൾ മുറിച്ചു മാറ്റിയിരുന്നില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറയുമ്പോ അല്ലാഹുവേ 30 ലക്ഷം രൂപ ചിലവഴിച്ച് തന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പ് കരളിന്റെ പകുതി മുറിച്ചു കൊടുത്തു. അല്ലാഹുവേ, ഗൾഫിൽ നിന്ന് നേരെ എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അല്ലാഹുവേ 20 വയസ്സുള്ള ചെറുപ്പക്കാർ, 23 വയസ്സുള്ള ചെറുപ്പക്കാർ തന്റെ കരളിന്റെ പകുതി മുറിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടി മരണപ്പെടുകയാണ്. വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടത്. ജനാസ കൊണ്ടുവന്ന് കബറടക്കി. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവേ, റമളാൻ മാസം കടന്നു വന്നല്ലോ, റമളാൻ മാസം കടന്നു വന്നല്ലോ. ആ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ഭർത്താവുണ്ടല്ലോ, എല്ലാവരും പള്ളിക്കകത്തിരുന്ന് നോമ്പ് മുറിക്കുമ്പോ ഈ മനുഷ്യൻ നോമ്പ് മുറിക്കുന്നത് ഇവിടെ നിന്നറിയുമോ? അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്നാട് എല്ലാ ദിവസവും 5 നേരം പള്ളിയിൽ വരുമ്പോഴും അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുകയാണ്. 27-ാം രാവിൽ നിന്ന് നോക്കുമ്പോ അല്ലാഹുവേ
എല്ലാവരും പള്ളിക്കകത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ് ഇടയത്താഴം കഴിക്കാനിറങ്ങുമ്പോ ഞാൻ നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്തിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, 4 വയസ്സുള്ള പൊന്നുമോ, 4 വയസ്സുള്ള പൊന്നുമോ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖബറിന്റെ ചാരത്ത് കൊണ്ടുപോവുകയാണ്. ആ പൊന്നുമോ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ഉമ്മയോട് പറയുന്നു, ഉമ്മ ഇന്ന് മീൻകറിയായിരുന്നു, ഉമ്മ ഇന്ന് വാപ്പ ഇന്ന് ചോറ് വെച്ച് തന്നുമ്മ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉമ്മയോട് 4 വയസ്സുള്ള പൊന്നുമോ സംസാരിക്കുകയാണ്. ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, ഇക്കാ മകന് 4 വയസ്സല്ലേ ആയുള്ളൂ, ഉമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ, ഉമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ, ഒരു വിവാഹം കഴിച്ചുകൂടെ, ഒരു വിവാഹം കഴിച്ചുകൂടെ? ആ ചെറുപ്പക്കാരൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയുന്നു, ഉസ്താദേ, എന്റെ ഭാര്യ മരിച്ചിട്ടില്ലല്ലോ, എന്റെ ഭാര്യ മരിച്ചിട്ടില്ലല്ലോ. എല്ലാ രാത്രിയും എന്റെ സ്വപ്നത്തിലേക്ക് കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എന്റെ കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവള്, അവളെ മറക്കാ എന്നെ കൊണ്ട് കഴിയില്ല ഉസ്താദ്. അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല ഉസ്താദ്. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, നിന്റെ ഭർത്താവ് ഈ വാക്ക് പറയുവോ പൊന്നുമോള്, നിന്റെ ഭർത്താവ് ഈ വാക്ക് പറയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ ഇത് പറയുവോ പൊന്നുമോള്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ മരിച്ചു കഴിഞ്ഞ 40 ദിവസം നിന്റെ ഭർത്താവ് കാത്തിരിക്കുന്നു. എന്തിനെന്നറിയുവോ? 40 ദിവസം നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. 40 കഴിഞ്ഞേ മറ്റൊരു വിവാഹം കഴിക്കൂ. 40-ന് മുമ്പ് പെണ്ണ് കെട്ടിയ നാട്ടുകാര് കുറ്റം പറയുമെന്ന് പേടിച്ചിട്ടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവര് തമ്മിലടിക്കാനുള്ളതല്ല, സ്നേഹിക്കാനുള്ളതാണ്, സ്നേഹിക്കാനുള്ളതാണ്. ഭാര്യക്കൊരു തെറ്റുണ്ടെങ്കിൽ, അവളുടെ ജീവിതത്തിൽ ഒരു ദുസ്വഭാവമുണ്ടെങ്കിൽ, മറ്റൊരു നല്ല സ്വഭാവം അവൾക്കുണ്ടല്ലോ. അവൾ നിന്നെ ഒരു വട്ടം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പ്രാവശ്യം അവളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരോട് നമ്മുടെ ഭാര്യ എപ്പോഴും പരാതി പറയുന്നവളാ. എത്ര ചെയ്തു കൊടുത്താൽ, എന്തൊക്കെ ചെയ്തു കൊടുത്താലും പരാതി പറയുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഒരുപാട് പഠിച്ചവളാണ്, എനിക്ക് സ്വാതന്ത്ര്യമില്ല, എന്നെ ഇവിടെ ഇട്ട് വേദനിപ്പിക്കുകയാണ്, അടുക്കളയ്ക്കകത്തന്നെ തളച്ചിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണം വെച്ചു തരാനല്ല, നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല, എന്റെ 30 ലക്ഷങ്ങളും തന്ന് കെട്ടിവിട്ട് എത്തിച്ചു വിട്ടതെന്ന് ഭർത്താവിനോട് കുത്തുവാക്ക് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്തിൽ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 3 വിഭാഗം ജനങ്ങളുണ്ടല്ലോ, 3 വിഭാഗം ജനങ്ങളുണ്ടല്ലോ. അവനോട് റബ്ബ് സംസാരിക്കൂല, അല്ല കരുണ കാണിക്കൂല, അല്ലാഹു അവന്റെ മുഖത്ത് നോക്കില്ല. അവനാണ് പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനെന്ന് ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു. റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, പടച്ചവന്റെ പരലോകത്തിൽ ആ വൃത്തികെട്ടവരാരാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? പെണ്ണേ നിങ്ങളാണ്, പെങ്ങളെ നിങ്ങളാണ്. ഏത് പെണ്ണെന്നറിയുമോ? പടച്ചവന്റെ പരലോകത്തിലെ വൃത്തികെട്ടവളാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണ്. അല്ലാഹുവേ, എന്ത് ചെയ്തു കൊടുത്താൽ പടച്ചവരെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ. കുഞ്ഞുമോളെ, റബ്ബ് നിന്നെ നോക്കൂല, റബ്ബ് നിന്നോട് കരുണ കാണിക്കില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് എപ്പോഴും പരാതിയാണല്ലോ. മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങൾ പറയുകയാ, പെണ്ണ്, നിനക്ക് നിന്റെ വിലയറിയാഞ്ഞിട്ടാ, പ്രതിഫലം നിനക്കറിയാഞ്ഞിട്ടാ, നിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാ. നിന്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താൽ, നിന്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയുമോ? എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ,
മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോള് കരളിന്റെ കഷ്ടമായ പൊന്നുമോളെ വിവാഹം കഴിച്ചു വിടുകയാണ്. അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു വിടുകയാണ്, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ ഒരു ദിവസം ഫാത്തിമയെ കാണാൻ പോവുകയാണ്. ഫാത്തിമ ബീവിയുടെ വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. ശബ്ദം മടതാ ചെറിയ ശബ്ദത്തിലാണ് സലാം അടക്കിയത്. വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ വീടിനകത്ത് ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്നിട്ട് ഗോതമ്പ് കൈകൊണ്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയാ, ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്റെ പൊന്നുമോളെ വിശേഷമെന്ത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കല്ലിന്റെ ചുവട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ യബ്കീകി യാ ഫാത്തിമ, എന്റെ ഫാത്തിമ കരയുന്നത്? എന്റെ പൊന്നുമോള് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് രണ്ട് കൈ ഇങ്ങനെ നീട്ടിക്കാണിക്കുകയാ. അല്ലാഹുവേ കയ്യിലൂടെ രക്തമൊലിക്കുകയാണ്. കല്ല് പിടിച്ചിട്ട്, ആട്ടുകല്ല് പിടിച്ചിട്ട് അടുക്കളക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് രണ്ട് കൈ പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് വാപ്പയോടാ കാണിച്ചത്? മകളെ ഇതുപോലെ ഒരു ഉപ്പയും ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ലല്ലോ. ലോക ചരിത്രത്തില് ഖിയാമത്ത് നാൾ വരെ ഇതുപോലെ ഒരു ഉപ്പയും തന്റെ പൊന്നുമോളെ സ്നേഹിച്ചിട്ടില്ല. ഫാത്തിമത്തു ഖിത്അത്തു മിൻ ഖബ്ദി, എന്റെ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാ എന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു തന്ന ഫാത്തിമ ആ വാപ്പയുടെ മുന്നിലേക്ക് രണ്ട് കൈയും ഇങ്ങനെ നീട്ടിയിട്ട് ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പാ അടുക്കളക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈ രണ്ടും പൊട്ടിയിപ്പാ. എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളുടെ കയ്യിൽ പിടിച്ച് മാറ്റിയിരുത്തുകയാണ്. എന്നിട്ട് കല്ലിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. തന്റെ മുബാറക്കായ കൈകൊണ്ട് ഗോതമ്പിന്റെ മണികൾ മുഴുവനും മാറി കല്ലിനകത്തിടുകയാണ്. എന്നിട്ടുണ്ടല്ലോ തന്റെ കൈയെടുത്ത് കല്ലിന്റെ മുകളിൽ വെച്ച് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ റസൂൽ ബിസ്മി പറയേണ്ട താമസമുണ്ടല്ലോ. ഫാത്തിമ ബീവി ആട്ടിക്കൊണ്ടിരുന്ന കല്ല് തന്നെ എങ്ങോട്ട് ആടാൻ തുടങ്ങുകയാ. ഗോതമ്പ് പൊടിക്കാൻ തുടങ്ങി. തീരുന്നതിനനുസരിച്ച് റസൂലുള്ളാഹി തങ്ങളെ വാരിയിടുകയാണ്. എല്ലാ ഗോതമ്പും പൊടിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട്, അല്ലാഹുവിന്റെ റസൂലിനോട് കാലൽ ഹജറ്, ആ കല്ല് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലൗ അമത്തനീ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്ന നബിയേ, മസ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള എന്ത് കൊണ്ടുവന്നാൽ ഞാൻ ഫാത്തിമയ്ക്ക് പൊടിച്ചു കൊടുക്കാൻ നബിയേ. പക്ഷേ എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ, എന്നെ ഒന്ന് സഹായിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകരോട് ഒരു കല്ല് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, നിനക്കെന്ത്, എന്റെ നിന്നെ സഹായിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ ആ കല്ലിനോട് ചോദിച്ചു, കാരണമെന്ത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് കേട്ടതിന് ശേഷം എനിക്ക് സമാധാനമില്ല നബിയേ, കരയാത്ത ദിവസങ്ങളില്ല നബിയേ. ഒരൊറ്റ ആയത്ത് കേട്ടിട്ട്, ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ടിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏതായത്താ? അല്ലാഹുവേ ഒരു കല്ലിനോട് ചോദിച്ചു, ഏത് ആയത്താ? ആ കല്ല് പറയുകയാണ്, അല്ലാഹുവേ വഖൂദുഹന്നാസു വൽ ഹിജാറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയേ നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് ഖുർആൻ കല്ലാണെന്ന് ഖുർആൻ പറയുന്ന നബിയേ, ഞാനൊരു കല്ലാണല്ലോ, എന്നെ റബ്ബ് നാളെ നരകത്തിനകത്തിട്ട് കത്തിക്കുമോ എന്ന് എനിക്ക് പേടിയാ നബിയേ, എനിക്ക് പേടിയാ നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കുവോ? അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് കല്ല് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ കരയണ്ട, നീ കരയണ്ട, എന്റെ ഫാത്തിമയ്ക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്, അതിനകത്താണ് എന്റെ സ്ഥാനമെന്ന് പറഞ്ഞ് ആ കല്ലിനെ സമാധാനിപ്പിക്കുകയാണ്. വാപ്പയോട് അടുക്കളക്കകത്ത് കിടന്ന് ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്തിട്ട് ജോലി ചെയ്ത് രണ്ട് കൈയും പൊട്ടി രക്തമൊലിച്ചുകൊണ്ട് വാപ്പയോട് പരാതി പറഞ്ഞ പൊന്നുമകളോട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞതെന്തെന്നറിയുമോ? പാതിരാത്രി കടന്നു വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കണേ പൊന്നുമോര്, നിന്റെ പ്രിയപ്പെട്ടവള് പരാതി പറയുമ്പോ അവള് നിന്നോട് കുറ്റപ്പെടുത്തുമ്പോ അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവര് മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ മറക്കല്ലേ, പറഞ്ഞു കൊടുക്കാൻ മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ഫാത്തിമ പൊന്നുമോള്, നിനക്ക് കിട്ടുന്ന പ്രതിഫല പറയുമോ, നിനക്ക് കിട്ടുന്ന പ്രതിഫല പറയുമോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, നിന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത് വെയിൽ കൊണ്ട് രക്തം വിയർപ്പാക്കി ജോലി ചെയ്തിട്ട് ഒരു കിലോ അരിയും വാങ്ങി കൈകൾ പിടിച്ച് വൈകുന്നേര സമയത്ത് തളർന്ന ശരീരത്തോടെ നിന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട്, പെണ്ണേ എനിക്കൊന്ന് ചോറ് വെച്ച് തരുമോ, എനിക്കും എന്റെ മക്കൾക്കുമൊന്ന് ഭക്ഷണം വെച്ച് തരുമോ എന്ന് പറഞ്ഞ് അതാ ഒരു കിലോ അരി നിന്റെ കയ്യിലേക്ക് നീട്ടുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അത് വാങ്ങിക്കൊണ്ടുപോയി കുത്തുവാക്ക് പറയാതെ, ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ആ അരി വാങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് കടന്നു ചെന്ന് അത് കഴുകി ശുദ്ധിയാക്കിയിട്ട് അല്ലാഹുവേ ചോറ് വെച്ച് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്, ഭർത്താവിന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ട് വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ അത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ ഭക്ഷണം മാറി കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ അതിലെ ഓരോ അരിമണിയുണ്ടല്ലോ, അതിലെ ഓരോ മണിയുണ്ടല്ലോ, അതിന് പകരം അല്ലാഹു നിന്റെ ഒരു പാവം പൊറുക്കും പെങ്ങള്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങളിൽ നിന്ന് ഒരപരാധം ഒരു ചോറിന് പകരം അല്ലാഹു നിനക്ക് മായിച്ചു കളയുകയാണ്. ഒരു നന്മ എഴുതുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, ഒരുപാട് പഠിച്ചവളാണ്, ഒരുപാട് സൗന്ദര്യമുള്ളവളാണ്, അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ കിടന്ന് ഉരുകുകയാണ്. ഭാര്യ പറയും, എന്റെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടല്ലോ, എന്നെ ഇതിനകത്ത് തളച്ചിട്ടിരിക്കുകയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ് അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ നിന്ന് ഉരുകുന്നവളാ. നട്ടുച്ച സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്ന് ഉരുകുന്ന എന്റെ പ്രിയപ്പെട്ടവളോട് നിന്റെ ശരീരം വിയർക്കുമല്ലോ, നിന്റെ നെറ്റിത്തടം വിയർക്കുമല്ലോ. പെങ്ങളെ നെറ്റിത്തടം വിയർത്തിട്ട് ആ വിയർപ്പ് താഴേക്ക് വീഴുമ്പോ തോളിൽ കിടക്കുന്ന സാലെടുത്ത് ആ വിയർപ്പ് തുടയ്ക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം വിയർത്തോൽ നരകം നിനക്ക് ഹറാമാ പെണ്ണ്. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച 70,000 ചങ്ങലകളിൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് കോടാനുകോടി മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന നരകമുണ്ടല്ലോ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാ പൊന്നുമോള്. ആ നരകത്തെ കുറിച്ച് ഓർത്തല്ലേ എല്ലാരും കരഞ്ഞത്. അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا.
നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാം കോടാനുകോടി മലക്കുകളും കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടടോ, ആ നരകത്തിനകത്ത് നിന്ന് രക്ഷപ്പെടടോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് താഴെ വീടാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, മരണവേദനയുടെ വേദനയും എന്താണ് പ്രസവിച്ചതെന്ന് പരാതി പറയുന്ന പെണ്ണ്. വെറുതെയല്ലല്ലോ പൊന്നുമോള്, വെറുതെയല്ലല്ലോ പൊന്നുമോള്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതാ ഹലാലായ മാർഗത്തിലൂടെ ഗർഭിണിയായി ഒരു പെണ്ണ് പ്രസവിച്ചോ, ആ പ്രസവിക്കുന്ന പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പ്രസവിച്ച ഉമ്മമാരോട്, പെങ്ങള് നിന്റെ ശരീരത്തിൽ പ്രസവിക്കുന്ന സമയം എത്ര രോമങ്ങളുണ്ടോ, ഓരോ രോമത്തിനും പകരം അല്ലാഹു നിനക്ക് നന്മയെഴുതും പെണ്ണ്. ഓരോ രോമത്തിന് പകരം പ്രതിഫലമാണ്. പ്രസവിക്കുന്ന സമയത്ത് അല്ലാഹുവേ, ഒരു മുസ്ലിമായ പെണ്ണ് മരിച്ചാൽ അവൾക്ക് ശഹീദിന്റെ കൂലിയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പ്രസവിച്ചാലും പ്രതിഫലമാണ്. പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, പടച്ചവനെ ആരോഗ്യം കളഞ്ഞിട്ട് നോമ്പ് പിടിച്ചിട്ട് രോഗം പിടിച്ച് കിടന്നാൽ സ്വന്തം ആരോഗ്യം നോക്കാതെ തന്റെ പൊന്നുമക്കൾക്ക് 2 വയസ്സ് വരെ പൂർത്തിയാകുന്നത് വരെ പാല് കൊടുത്ത പെണ്ണ്, ചെറുതല്ല പൊന്നുമോള്, നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ 1000 സുഹദാക്കളുടെ പ്രതിഫലമാണ് ഫാത്തിമ. പാതിരാത്രി കടന്നു വന്ന പെണ്ണ്, ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച സുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ കരളും കണ്ണും തലച്ചോറും പടച്ചവന്റെ ദീനിനു വേണ്ടി കൊടുത്ത ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ 1000 സുഹദാക്കളുടെ പ്രതിഫലമാണ്. 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മയ്ക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിന്റെ തുണി കഴുകാൻ പറയുമ്പോ നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല, എന്റെ ഉപ്പ ലക്ഷങ്ങൾ എന്തെന്ന് കൂടെ വിട്ടതെന്ന് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണ്, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ഭർത്താവിന്റെ ഒരു ഉടുപ്പ് കഴുകി കൊടുത്താ, ഒരു മുണ്ട് കഴുകി കൊടുത്താ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം നിനക്ക് എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ തുണി കഴുകാൻ പറയുമ്പോ പറയും അതിനെ വേലക്കാരിയെ നിർത്താൻ, നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല. അയ്യോ MA-യും ഡിഗ്രിയൊക്കെ പഠിച്ച ഞാനിപ്പോ ഇതൊക്കെയാ ചെയ്യല്ലേ. അള്ളാന്റെ റസൂൽ പറയുന്ന, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താൽ ഒരു ജോഡിക്ക് പകരം 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതിഫലം ഏത് പെണ്ണിന്, ഏത് തുണി കഴിവുന്ന പെണ്ണിന്, വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവുന്ന പെണ്ണിന് ഈ പ്രതിഫലം ഒന്നും കിട്ടൂല. കിട്ടണമെന്ന് വെച്ചാൽ അറിയില്ല, കാരണം ഓക്ക് ജോലിയൊന്നുമില്ല. വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവുന്ന പെണ്ണിന് ഈ പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. കാരണം എന്താ, ഓള് സ്വിച്ച് മാത്രമല്ലേ ഇടുന്നുള്ളൂ, അവർക്ക് എന്താ പ്രതിഫലം? ഉണക്കി കൈ കിട്ടും, പിന്നെന്താ ജോലി? ഇതൊക്കെ കല്ലിലിട്ട് കഴിവുന്നവർക്കായിരിക്കില്ലേ അപ്പൊ? അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? അല്ലാഹു, ഒരു ഫാൻ പോലും ഇല്ലേ അപ്പ എന്ന് വിയർക്ക. അല്ലാഹു പരലോകത്ത് നിന്ന് വിയർക്കുന്നവരെ തൊട്ട് എന്നെ കാക്കുമാറാകട്ടെ. ഒരാമ്യം പറ മനുഷ്യന്മാരെ. അല്ലാഹു എന്നെ കാക്കുമാറാകട്ടെ. അല്ലാഹു നിങ്ങളെയും കാക്കുമാറാകട്ടെ. മലപ്പുറം ജില്ലക്കാർ, ഇത് മലപ്പുറം ജില്ലയല്ലേ? മലപ്പുറം ജില്ലയൊക്കെ ഇപ്പൊ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിൽക്കുക. മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും പാരമ്പര്യ മുസ്ലിമീങ്ങളുള്ള നാടാ മലപ്പുറം ജില്ല. പൊന്നാനിയും പാണക്കാട് കുടുംബവും ഒരുപാട് തങ്ങന്മാരും ഒരുപാട് ആലിമ്യങ്ങളൊക്കെ ഉള്ള നാട് അല്ലേ? ഒരുപാട് ആലിമ്യങ്ങളൊക്കെ ഉള്ള നാട്. മലപ്പുറത്തെ ഇക്ക എന്ന് പറയുമ്പോൾ, മലപ്പുറത്തെ കാക്ക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇപ്പൊ അത് പോയി കിട്ടി. ഓണത്തിന് 5 ദിവസം കൂടിച്ചു തീർത്തത് 10 കോടി രൂപയുടെ കള്ളല്ലേ. അള്ളാഹു കാക്കുമാറാകട്ടെ.
പറ മനുഷ്യന്മാരെ റബ്ബ് കാക്കുമാറാകട്ടെ. 5 ദിവസം കൊണ്ട് കുടിച്ചു തീർത്തത് 10 കോടി രൂപ. അല്ലാഹു അഅലം. ഇത് ചോദിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ, മലപ്പുറം ജില്ലയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ, 5 ദിവസം കൊണ്ട് 10 കോടി രൂപ കള്ളു കുടിച്ച് തീർത്തെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയാ, ഉസ്താദെ അത് ഞങ്ങളുടെ നാടിനെ നാണം കെടുത്താൻ അടുത്ത പ്രദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വന്ന് കള്ളു മേടിച്ചാണ്. എന്താപ്പാ ഇല്ലേ? അങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കുന്നവരുണ്ട്. അടുത്ത നാട്ടുകാർ അവന്റെ നാട്ടിലെങ്ങും ബീവറേജ് ഇല്ലാഞ്ഞിട്ടാ ഇനിയിപ്പോ മലപ്പുറം ജില്ലയിൽ വന്ന് മേടിക്കാനില്ലേ? അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂൽ എന്താപ്പ പറഞ്ഞോണ്ടിരുന്നേ? എന്താ പറഞ്ഞേ? തുണി നിങ്ങൾക്ക് ഓർമ്മയുണ്ടില്ലേ? പെണ്ണുപിള്ള കഴുകി തരാറുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, തിളങ്ങണില്ല. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂല് പറയുന്നു, ഏതെങ്കിലും ഒരു ഭർത്താവ്, വിവാഹം കഴിച്ചവർ ഒരുപാട് പേരുണ്ടല്ലോ, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ, ഒന്ന് ചിന്തിക്ക്, നിങ്ങളുടെയൊക്കെ ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരാറുണ്ടോ? ഒന്ന് പൊക്കിക്ക് തേച്ച് തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഭാര്യ ഭർത്താവിന്റെ തലയിൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അഅലം. കല്യാണം കഴിഞ്ഞ് 3 മാസം വല്ലാത്ത തേപ്പായിരുന്നു, ഇപ്പം ചവിട്ട അല്ലേ? ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ തലയിൽ, നിന്റെ ഭാര്യ അവിടെ ഇരുന്ന് പറയും, ഇനി കിളവന്റെ തലയിൽ തേച്ചു കൊടുക്കാത്ത കുഴപ്പം കൂടെ ഉള്ളു, അല്ലെങ്കിൽ ഇത്തിരി ഇളക്കം കൂടുതലാവുന്നില്ലേ? അല്ലേ? ഇനി വേറെ പെണ്ണ് കിട്ടാനായിരിക്കില്ലേ? പെങ്ങളെ, അള്ളാന്റെ റസൂല് പറയാ, നിന്റെ ഭർത്താവിന്റെ തലയിൽ നീ എണ്ണ തേച്ചു കൊടുത്താൽ ആ കൈ കൊണ്ട് നിനക്ക് ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കണം. അത് 95 വയസ്സായാലും നിന്റെ ഭർത്താവ് തന്നെ. ഈ ജില്ലയിലല്ലപ്പ ഈ പുതിയ പയ്യൻ എന്തോ ഒരു പേര്. നിന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുത്താൽ നിനക്ക് ഹൗദുൽ കൗസറിലെ വെള്ളമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം അറിയും. ഇരുന്ന് ചിരിക്കണ പടച്ചവനെ, പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ചിരിക്ക. ഭർത്താവിന്റെ മീശ ബംഗാളിയുടെ കൈ കൊണ്ട് കൊടുക്കും, വെട്ടിക്കോളെ. ബംഗാളിയുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പറയും, ഞാനും നിങ്ങളും വിട്ട. എന്നാ പ്രിയപ്പെട്ട ഭാര്യ വീട്ടിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞു കൊടുത്തു, മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ മീശ നീ വെട്ടിക്കൊടുത്ത നിനക്ക് മരണവേദന റബ്ബ് കുറച്ചു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുത്ത നീ ചോദിക്കണം, വെള്ളിയാഴ്ച ഞാൻ വെട്ടിത്തരാന്ന്. കടയിൽ പോകുമ്പോൾ ഞാൻ വെട്ടിത്തരായിക്ക, ഇല്ലെന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോ കത്രിയെടുത്ത് വെട്ടിയേരെ, നിനക്ക് പ്രതിഫലം മരണവേദനയെ റബ്ബ് കുറച്ചു തരുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണെ, നിനക്ക് വേണ്ടി സുബഹി വരെ ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പ്രതിഫലം ഇല്ലേ? എന്ത് പ്രതിഫലം? നമുക്കൊന്നുമില്ല. അവര് ചോറ് വെച്ചാ പ്രതിഫലം, വിയർത്താ പ്രതിഫലം, പ്രസവിച്ചാ പ്രതിഫലം, പാല് കൊടുത്താ പ്രതിഫലം, തുണി കഴുകിയാ പ്രതിഫലം, എണ്ണ തേച്ചാ പ്രതിഫലം, മീശ വെട്ടിയ. പക്ഷെ പറയുമ്പോ രണ്ടും പറയണം. നന്ദിയില്ലാത്ത വർഗത്തിൽപ്പെട്ടതാണ് പെണ്ണുങ്ങളും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിയില്ലാത്ത, ഞാൻ എല്ലാ പെങ്ങന്മാരെയും കുറ്റപ്പെടുത്തൂല, നന്ദിയില്ലാത്ത ചില സാധനങ്ങളുണ്ട്. വിവാഹം കഴിച്ച ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ 99.99% ആൾക്കാരുടെ ജീവിതത്തിൽ നടന്ന സംഭവം ഞാൻ പറയണേ. ഇതൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് 10 വർഷമായി അല്ലെങ്കിൽ 5 വർഷമായി പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോ ഭാര്യ പറഞ്ഞു, ഇക്ക നിങ്ങൾ വൈകുന്നേരം ഒരു 5 മണിക്ക് വരണം. എന്തിനാ മോളെ? എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോകാനാ. എന്തിനാ മോളെ? എന്റെ കൂടെ പുറപ്പ് ആദ്യമായിട്ട് ഗൾഫിൽ പോകാം, നമുക്കൊന്ന് യാത്രയാക്കാൻ പോകണം. ഭർത്താവ് പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ വരാം. പറഞ്ഞിട്ട് പോയി. വൈകുന്നേരം 5 മണിയായി. ഭാര്യ ഒരുങ്ങിയിട്ട് നിൽക്കുക വീട്ടിൽ പോകാൻ. പക്ഷേ ഭർത്താവ് എവിടെയോ കുടുങ്ങിപ്പോയി, വരാൻ കഴിഞ്ഞില്ല. അന്ന് വന്നപ്പോ ഇത്തിരി താമസിച്ചു പോയി. വന്നപ്പോ 9 മണിയായി. ഓൻ സൗദിയിലെത്തി. ഈ മനുഷ്യൻ പേടിച്ച് വീട്ടിലേക്ക് വരണം. വരുമ്പോ തന്നെ നിറഞ്ഞു നിപ്പുണ്ട് വീടിന്റെ വാതിലി. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ഊരിയിട്ടില്ല. എങ്ങനെ നിക്കാ? കഥകൊക്കെ പിടിച്ചടയ്ക്ക. ഈ മനുഷ്യൻ തന്റെ ഭാര്യയുടെ അടുക്കൽ പോയിട്ട്, എന്റെ പൊന്നാര ആമിന മോളെ, പെട്ടുപോയി, പറഞ്ഞു തീരണ്ട താമസം. നമ്മുടെ ഭാര്യ പറയും, അല്ലെങ്കിൽ ഇന്ന് വരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5 വർഷം ചെയ്തത് മുഴുവനും നമ്മുടെ ഭാര്യ മറക്കും. വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ ഒരു സാധനം വാങ്ങിക്കൊണ്ടുപോയില്ലെങ്കിൽ അവള് പറയും, എനിക്ക് ഇന്ന് വരെ നിങ്ങളൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. നന്ദിയില്ലാത്ത വാക്ക്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞാൽ
അവളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും പൊളിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവന്, അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം കിട്ടാത്ത, അല്ലാഹുവിന്റെ ദയയുടെ നോട്ടം കിട്ടാത്ത ഒന്നാമത്തെ വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ പരിധിക്കുള്ളിൽ ആകെ 1 മണിക്കൂറാണുള്ളത്. ആകെ 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ പിരിവ് നടത്തണം, വഅദ പറയണം, ദുആ ചെയ്യണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പാ. അല്ലാഹുവേ, തന്റെ മക്കള് സിനിമ കാണുമ്പോ, തന്റെ മക്കള് സീരിയൽ കാണുമ്പോ അല്ലാഹുവേ തിരുത്തി കൊടുക്കാത്ത ഉപ്പമാരുണ്ടല്ലോ. നിസ്കാരത്തണമുണ്ട്, താടിക്ക് നീളമുണ്ട്, ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പള്ളിയിലെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ഖതീബാണ്, പ്രവാചകരാണ്. പക്ഷേ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ തിരുത്തി കൊടുക്കാത്ത എത്രയോ ഉപ്പമാരുണ്ട്, എത്രയോ ഭർത്താക്കന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, നമ്മളൊക്കെ തൊപ്പിയും വെച്ച് നടക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കള് തലമറയ്ക്കാറില്ല. ഈ വഅലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി എത്രയോ പെണ്ണന്മാര് ഈ സദസ്സിൽ വന്നിട്ട് പോലും തലമറയ്ക്കാത്തവരില്ലല്ലോ. പടച്ചവന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നു ഈ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് പോലെ തലമറയ്ക്കാൻ മടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, അല്ലാഹുവേ, നിനക്ക് സ്വർഗമുണ്ടോ? നീ സ്വർഗത്തിൽ കിടക്കുമോ പൊന്നുമോള്? മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ സക്കറാത്തിന്റെ അവസ്ഥയില്, മരിക്കുന്നതിന്റെ പാതിരാത്രിയില്, അല്ലാഹുവേ, മരിക്കുന്നതിന്റെ പാതിരാത്രിയില് കുളിച്ചൊരുങ്ങിയിട്ട് ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, അലിയേ, ഞാൻ പോവുകയാണ് അലിയേ, എനിക്ക് പൊരുത്തം തരുവോ അലിയേ, എനിക്ക് പൊരുത്തം തരുവോ അലിയേ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിക്കുകയാണ്. തലമറയ്ക്കാത്ത പൊന്നുമോള് ഫാത്തിമ ബീബി അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, ഞാൻ മരിച്ച പകല് എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ, പകലെന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കല്ലേ. അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ, എന്തേ ഫാത്തിമ പകല് കബറടക്കരുതെന്ന് പറയാനുള്ള കാരണം എന്തേ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറയുന്നു, അലിയേ, 3 ഗസ്തം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ ജനാസ കൊണ്ടുപോകുന്നത് ആണുങ്ങളാണല്ലോ, എന്റെ ജനാസ കൊണ്ടുപോകുന്നത് അന്യ പുരുഷന്മാരാണല്ലോ, അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ. വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അന്യപുരുഷന്മാർ എന്റെ ശരീരം കാണുമല്ലോ, എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. ഇന്ന് വരെ ഒരു മനുഷ്യനെയും ഞാൻ കാണിച്ചിട്ടില്ല. ഇന്ന് വരെ ഓർമ്മ വെച്ച കാലം മുതൽ ഒരന്യ പുരുഷനും എന്റെ ശരീരം കണ്ടിട്ടില്ല അലിയേ. അതുകൊണ്ട് എന്നെ പകല് കബറടക്കല്ലേ. ഇറങ്ങിയ ഫർദയും ഇട്ടുകൊണ്ട് തെരുവോരത്തിലൂടെ ഈ എടിനള്ളത്തിന് വരുന്ന ആനയെപ്പോലെ നടക്കുന്ന പെണ്ണ്, ഫർദ ധരിച്ചിട്ട് പോലും തലമറയ്ക്കാത്തവർ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് തലമറയ്ക്കാൻ മടിയാണല്ലോ. വാപ്പ പറഞ്ഞു കൊടുക്കില്ലല്ലോ, വാപ്പ പറഞ്ഞു കൊടുക്കില്ലല്ലോ. എന്റെ മലപ്പുറത്തെ ചെറുപ്പക്കാരാ, സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴും നിന്റെ പ്രിയപ്പെട്ടവള് തലയിൽ മഫ്തയിട്ട് കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, എന്തൊരു ദുരവസ്ഥയാ ചെറുപ്പക്കാരാ. കാമുകന്റെ കൂടെ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുന്നവരും
മഫ്തയിട്ടിട്ടാണല്ലോ പോകുന്നത്, ഫർദ് ധരിച്ചിട്ടാണല്ലോ പോകുന്നത്. ആ മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടുന്നവളും ഫർദ് ധരിച്ചവളാ. എന്തിനാ പെങ്ങള് വിവാഹത്തിന്റെ കല്യാണ പന്തലിൽ കയറി ചെല്ലുമ്പോ ആഡിറ്റോറിയത്തിനകത്ത് തലമറയ്ക്കാതെ, വയറുമറയ്ക്കാതെ, മാറുമറയ്ക്കാതെ, അല്ലാഹുവേ 30, 40, 50 വയസ്സുള്ള ഉമ്മമാര് പോലും ശരീരം മറയ്ക്കാതെ നടക്കുമ്പോ വാപ്പ തൊപ്പിയും ധരിച്ച് കൂടെ നടപ്പുണ്ട്. ഭർത്താവ് നിസ്കാരത്തിടമ്പുള്ളവനാണ്. ഭാര്യയോട് പെണ്ണ് ഇത് മറച്ചുകൊണ്ട് നടക്ക് പൊന്നുമോള്. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളോട് ശരീരം മറയ്ക്കാതെ നടക്കല്ലേ. നിന്നെ ഞാൻ ശരീരം മറയ്ക്കാതെ മറയ്ക്കാതെ നടന്നാ കൊണ്ടുപോകില്ല എന്ന് പറയാ കഴിവുള്ള ഉപ്പമാരുണ്ടോ? എന്റെ പ്രിയമുള്ളവരോട് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറില്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? മുടിയുടെ കോലം എങ്ങനെയാണ്? ഏത് സിനിമ ഇറങ്ങിയാൽ ആ സിനിമാ നായകന്റെ താടിയാണ്, അവന്റെ വസ്ത്രമാണ്, അവന്റെ പാന്റാണ്, അവൻ എന്തേ ധരിച്ചിരിക്കുന്നത് പോലെ പിന്തുടരുന്ന ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, എല്ലാവർക്കും സീരിയൽ നടിമാരെ മാത്രമല്ലേ അറിയൂ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അവരെല്ലാം പഠിക്കുന്നത് ഖുർആനിലും ഹദീസിലും നിന്നല്ല. ഇന്നെല്ലാ സീരിയലിന്റെ ലോകത്താണല്ലോ. സീരിയലിന്റെ ഫ്രണ്ടിൽ നിന്ന് കരയുന്ന ഉമ്മമാര് ചന്ദനമടയും പരസ്പരവും ശ്രീധനവും കറുത്തുമുത്തും ഇതെല്ലാം കണ്ടിട്ട് നിറകണ്ണുകളോട് ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് കരയുന്ന പെണ്ണ്. നിനക്ക് ആയിഷ ബീവി അറിയുവോ? ഖദീജ ബീവി അറിയുവോ? ഫാത്തിമ ബീവി അറിയുവോ? എന്നൂറിൽ മിസ്രി അറിയുവോ? നഫീസത്തിൽ മിസ്രിയാർ അറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് പഠിക്കു പൊന്നുമോള്. എത്രയോ മഹദികളുടെ ചരിത്രം പഠിക്കാനുണ്ട്. അവരുടെ ജീവിതമാണ്, അവരെയാണ് മനസ്സിന്റെ ഉള്ളിൽ നായികയെ പോലെ കൊണ്ടു നടക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്കൊരു നായികയെ പറഞ്ഞു തരട്ടെ. കോലം മാറുന്ന എന്റെ പെങ്ങന്മാരോട് പണം കൂടുമ്പോ, പവർ കൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കോലം മാറി സമുദായത്തെ ചവിട്ടി തേക്കുമ്പോ ഫർദയും ധരിച്ചിട്ട് ഈ സമുദായത്തെ നാണം കെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, മേറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂല് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ കടന്നു പോവുകയാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിനകത്തിരുന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവേ ഒരു സ്ഥലത്തെത്തുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്, വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ എവിടെ നിന്നാണ് ജിബ്രീൽ? വല്ലാത്ത സുഗന്ധമാണല്ലോ യാ റസൂലല്ലാഹ്, അത് സ്വർഗത്തിന്റെ വാസനയാ നബിയേ, അത് സ്വർഗത്തിന്റെ പരിമളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോട് അവിടുന്ന് ചോദിച്ചു, ജിബ്രീൽ എവിടെ നിന്നാ ജിബ്രീൽ? എവിടെ നിന്നാ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, ആ കാണുന്ന ഖബറിനകത്ത് നിന്നാണ് നബിയേ. ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ, ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് പ്രവാചകന്റെ ഖബറാ? ഏത് പ്രവാചകന്റെ ഖബറാ? അത് പ്രവാചകന്മാരുടെ ഖബറല്ല നബിയേ, അതൊരു പെണ്ണിന്റെ ഖബറാ നബിയേ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്നെ പോലെ ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാണ്. നിന്നെ പോലെ ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഏത് പെണ്ണാ? ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മാഷിത ബീവിയുടെ ഖബറാ നബിയേ. അറിയുമോ പൊന്നുമോള്, മാഷിത ബീവി ആരെന്നറിയുമോ? നിനക്ക് ചന്ദനമടയിലെ പെണ്ണിനെയല്ലേ അറിയോ? പരസ്പരത്തിൽ IPS കാരിയല്ലേ അറിയോ? അവളെ പോലെയാകാ പരിശ്രമിക്കുന്ന മുടിയല്ല നരച്ച ഉമ്മ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ഇത് മാഷിത ബീവിയുടെ ഖബറാണ്. എവിടെ? ആരാണ് മാഷിത? ആരാണ് മാഷിത? അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ
ജിബ്രീൽ പറയുന്ന നബിയേ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിയുന്നവളാണ്, ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വേലക്കാരിയാണ്. അല്ലാഹുവേ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മഹാനായ മൂസാ നബി മാസിത്ത ബീവിയോട് പറഞ്ഞു കൊടുക്കുന്നു, മാസിത്ത, എന്ത് നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പോഴും, എന്ത് നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞു തുടങ്ങണേ മാസിത്ത. അല്ലാഹുവേ, മാസിത്ത ബീവി റളിയല്ലാഹു തആല കൊട്ടാരത്തിന്റെ അകത്ത് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്, ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ സമയമുണ്ടല്ലോ അവിടുന്ന് പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, ബിസ്മി പറഞ്ഞുകൊണ്ട് ചീപ്പെടുക്കുകയാണ്. റബ്ബേ, ഫിർഔനെ പിടിക്കുകയാണ്. മാസിത ബീവി മുസ്ലിമായെന്ന് ഫിർഔൻ അറിയുകയോ, കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്ന് വെളിയിലെറിഞ്ഞാൽ നാടക്കേടാണല്ലോ. ഒരുപാട് ഉപദേശിച്ചു, എന്ത് ചെയ്തിട്ടും തീരുമാനത്തിൽ മാറ്റമില്ല. നാട്ടുകാര് കളിയാക്കാൻ തുടങ്ങി, കൊട്ടാരത്തിൽ യോഗം തീർന്നു. എങ്ങനെയെങ്കിലും പുതിയ മതത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എന്തേ ചെയ്തതെന്നറിയോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. മാസിത്ത ബീവി റളിയല്ലാഹു തആല അതിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു, മാസിത്ത, മടങ്ങി വാ മാസിത്ത, റബ്ബിനെ വലിച്ചെറിഞ്ഞിട്ട് വാ മാസിത്ത. മാസിത്ത ബീവി എന്ന് പറയുന്ന പെണ്ണ് പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാൽ എന്റെ റബ്ബിനെ ഞാൻ വലിച്ചെറിയില്ല. അല്ലാഹുവേ, തിളച്ചു നിറയുന്ന എണ്ണ കാണിച്ചിട്ട് ശത്രുക്കള് പറയുന്നു, മാസിത്തോ, ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്കുള്ളതല്ല. അല്ലാഹുവേ, 7 വയസ്സുള്ള പൊന്നുമോള് ശത്രുക്കള് പിടിച്ചു കൊണ്ടുവരികയാണ്. തിളച്ചു നിറയുന്ന എണ്ണയുടെ മുകളിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്താ, തീരുമാനത്തിന് മാറ്റമുണ്ട്, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ, അല്ലാഹുവിനെ പുറങ്കാലുകൊണ്ട് തട്ടികെട്ട് മടങ്ങി വരുവോ? മാസിത്ത ബീവി റളിയല്ലാഹു തആല എന്തേ ചെയ്തതെന്നറിയുമോ? എന്നെക്കകത്ത് തന്റെ പൊന്നുമോളെ ഇടുമെന്ന് പറയുമ്പോ മകളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്, മകളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉമ്മ തന്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാ. എന്നിട്ടുമ്മ പറയുന്നു, മോളെ കരയല്ലേ, എന്റെ പൊന്നുമോളെ കരയല്ലേ, ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകുമോളെ, നമുക്ക് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം. അല്ലാഹുവേ, 7 വയസ്സുള്ള പൊന്നുമോള് ഉമ്മ യാത്രയാക്കുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. പക്ഷേ തീരുമാനത്തില് മാറ്റമില്ല. തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് മരണവെപ്രാളത്തിൽ വിളിച്ചു കൂവിയിട്ട് പോലും മാസിത എന്ന മുസ്ലിമായ പെണ്ണിന്റെ തീരുമാനത്തില് മാറ്റമില്ല. രണ്ടാമത്തെ മകളെ കൊണ്ടുവരികയാ. ചോദിച്ചു മാറ്റമുണ്ടോ, ചോദിച്ചു മാറ്റമുണ്ടോ? മാസിത ബീവിയുടെ തീരുമാനത്തില് മാറ്റമില്ല. ഇതൊരു തിരക്കഥയല്ല പെണ്ണ്, ഒരു സിനിമയുടെ കഥയല്ല, ഒരു സീരിയലിന്റെ കഥയല്ല, ഒരു മനുഷ്യൻ എഴുതി വെച്ച കെട്ടുകഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത കഥയാണ്. യാ റസൂലല്ലാഹ്, മൂന്നാമത് കൊണ്ടുവന്നതാണ് എന്നറിയോ? പ്രസവിച്ച് 7 മാസം പ്രായമുള്ള പൊന്നുമോ, ചോരയുടെ മണം മാറിയിട്ടില്ല. പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്ത, നോക്കു മാസിത്ത, നിന്റെ പൊന്നുമോന്റെ ചിരി കണ്ടോ മാസിത്ത? 2 മക്കളെ വെറുതെ കൊന്നുകളഞ്ഞല്ലോ, സ്നേഹിച്ചു കൊതിരിയിരുന്നിട്ടില്ലല്ലോ, എങ്ങനെ കഴിയുന്നു മാസിത്ത? ഒന്ന് മടങ്ങി വരുമോ മാസിത്ത? മാസിത്ത ബീവി റളിയല്ലാഹു തആല അല്ലാഹുവേ നിന്ന് കരയാൻ തുടങ്ങി. മകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എല്ലാരും ചുറ്റുഭാഗത്ത് നിന്ന് കളിയാക്കുകയാണ്. തന്റെ പൊന്നുമാ നോക്കുമ്പോ എല്ലാരും
എല്ലാവരും ചിരിക്കുന്നു, ഉമ്മ മാത്രം നിന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഇസ്ലാമിക ചരിത്രത്തിൽ പാല് കുടിക്കുന്ന സമയത്ത് 4 മക്കളെ സംസാരിച്ചിട്ടുള്ളൂ. ശത്രുവിന്റെ കയ്യിലിരുന്നു കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കരയുന്ന ഉമ്മയോട്, മാസിത്ത ബീവിയോട് തന്റെ പാല് കുടിക്കുന്ന പൊന്നുപോര് അവിടെ നിന്ന് വിളിക്കുന്നു, ഉമ്മ, എന്റെ ഉമ്മ കരയല്ലേ, എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ റബ്ബിനെ മറക്കല്ലേ ഉമ്മ. എന്റെ ഉമ്മ എന്നെ വന്ന് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുമോ. നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം, നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. പാല് കുടിക്കുന്ന പൊന്നുമോനുമ്മയോട് പറയുകയാ, പക്ഷേ ഉമ്മയുടെ കണ്ണ് നിറയുകയാണ്. സമാധാനമില്ല, സമാധാനമില്ല. എന്ത് പറഞ്ഞിട്ടും ഉമ്മയുടെ തീരുമാനം, ഉമ്മ കരയുന്നത് കണ്ടപ്പോ പാല് കുടിക്കുന്ന പൊന്നുമോനുമ്മയോട് അവസാനമായി പറയുന്നു, ഉമ്മ, ഈ തീ സഹിക്കോ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ, ഈ തിളച്ചു മറിയുന്ന എണ്ണയുടെ തീ സഹിക്കാ നമ്മുടെ ശരീരത്തിന് കഴിയുമല്ലോ. പക്ഷേ റബ്ബിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ തീ സഹിക്കാ ഉമ്മ നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ, നരകത്തെ കുറിച്ച് പറയേണ്ട താമസമുണ്ടല്ലോ. തന്റെ ചോരക്കുഞ്ഞിനെ വാരികെടുത്ത് തുടിചുംബനം കൊടുക്കുകയാണ്. തന്റെ പൊന്നുമോട് എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. 3 മക്കളും മരിച്ചു, 3 മക്കളും മരിച്ചു. അതാ മാസിത്ത ബീവി എന്ന് പറയുന്ന വേലക്കാരിയായ പെണ്ണിന്റെ മുന്നിലേക്ക് സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, അന്ന് റബ്ബുക്കുമുൽ അലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ സാക്ഷാൽ ഫിർഔൻ മാസിത്ത ബീവിയുടെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മാസിത്ത തോറ്റു, മാസിത്ത നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില് ഞാൻ തോറ്റുപോയി മാസിത്ത. പൊന്നുമോളെ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിർഔൻ ഒരു വേലക്കാരിയായ പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ പതറിപ്പോയെങ്കില്, പാതിരാത്രി ഒരുമിച്ച് കൂടിയവള്, നീ ആ പെണ്ണിന്റെ പിന്മുറക്കാരിയാണ്, ആ തലമുറയിൽ വന്നവളാണ്. പെണ്ണ്, നിനക്കെങ്ങനെ കഴിയുന്നടി ആ മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടാ? പോറ്റി വളർത്തിയ മാതാപിതാക്കളെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് ഇന്നലെ വരെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത പെണ്ണ്, നിനക്കെങ്ങനെ കഴിയുന്നടി പൊന്നുമോള്? അല്ലാഹുവേ, അതാ 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും കൊണ്ട് പ്രസവിച്ച പൊന്നുമോള്, അല്ലാഹുവേ, വലിച്ചെറിഞ്ഞിട്ട് ഭർത്താവിനെയും വഞ്ചിച്ചിട്ട് ഒളിച്ചോടുന്ന പെണ്ണുങ്ങളോട് പറയാറുള്ളത്, റബ്ബിനെ മറക്കല്ലേ. ഏത് പേക്കൂത്ത് നടന്നാല്, വിവാഹത്തിന്റെ ആർഭാടങ്ങൾക്ക് നടുവിൽ നടന്നാല്, റബ്ബേ, ഞാനൊരു മുസ്ലിമാ, ഞാൻ ശരീരം മറക്കാതെ നടക്കൂല എന്ന ഈമാനോടുകൂടി നടക്കാ കഴിയണം പൊന്നുമോള്. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഫിർഔന് ചോദിച്ചു, മാസിത്ത, നിന്നെ എന്തായാലും കൊല്ലാൻ പോവുകയാണ്, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നവളാണല്ലോ, അതുകൊണ്ട് വല്ല അഭിലാഷവുമുണ്ടോ, വല്ല അഭിലാഷവുമുണ്ടോ? മാസിത്ത ബീബി അഭിലാഷം പറയുകയോ, എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ കബറിനകത്ത് എന്റെ 3 മക്കളുടെ ശരീരമൊന്ന് കബറടക്കടേ. കണ്ട് കൊതി തീർന്നിട്ടില്ലല്ലോ, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ കബറടക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇതാ ഉമ്മയുടെയും മക്കളുടെയും കബറാണ്. അതുകൊണ്ട്
കൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളോട്, എന്റെ ചെറുപ്പക്കാരോട്, മലപ്പുറം ജില്ലയിലെ മുസ്ലിം പാരമ്പര്യമുള്ള പാണക്കാട് കുടുംബമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മക്കളുള്ള ഈ പുണ്യ നാട്ടിൽ കിടന്നിട്ട് സമുദായത്തെ നാടൻ കരുത്തല്ലേ ചെറുപ്പക്കാരാ, പൊന്നുമോരെ, മുസ്ലിമാണെന്ന് പലപ്പോഴും നീ മറന്നു പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അഹങ്കരിക്കല്ലേ പൊന്നുമോള്. അതാ ഫർദയും ധരിച്ചിട്ട് വൃത്തികേടുകൾ കാണിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, പൊന്നുമോളെ എന്ന് വാലിന് വരുമ്പോ തിരൂരുള്ള 19 വയസ്സുള്ള ഒരു പൊന്നുമോള് അല്ലാഹുവേ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇന്നത്തെ മജ്‌ലിസ് മറക്കല്ലേ, ഇന്നത്തെ സദസ് മറക്കല്ലേ ഉസ്താദേ. ഇന്ന് രാവിലെ തിരുവനന്തപുരം എന്റെ പ്രിയമുള്ളവരെ മെഡിക്കൽ കോളേജിൽ RCCയിലേക്ക് 19 വയസ്സുള്ള ഈ തിരൂര് ഭാഗത്തുള്ള പൊന്നുമോളെ എന്റെ ിരിക്കുകയാ. അല്ലാഹുവേ, കടുത്തിൽ ക്യാൻസറോ പെങ്ങളെ, എന്റെ സുന്ദരി എന്നറിയുവോ, കാരാരെന്റെ സുന്ദരി എന്നറിയുവോ, പടച്ചവരെ കടുത്തിൽ ക്യാൻസർ ഇരിക്കുകയാണ്. എന്നോട് എവിടെയോ ഇരിപ്പുണ്ട് ആ പെങ്ങളുടെ കൂടെ പുറത്ത് ഈ ആണുങ്ങൾക്കിടയിൽ എവിടെയോ നിറകണ്ണുകളോടെ കരന്നുകൊണ്ടിരിപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും അത് വരുത്താൻ റബ്ബിനധികം സമയം വേണ്ട. അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കല്ലേ, സമുദായത്തെ നാണം കെടുത്തല്ലേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലോ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. പടച്ചവരെ, 19 വയസ്സുള്ള പൊന്നുപോൽ റബ്ബേ, ഈ സദസ്സിന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവളാണ് റബ്ബേ. ശിഫ നൽകണേ അല്ലോ, ശിഫ നൽകണേ അല്ലോ. ഇതുപോലെയുള്ള മാറാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും നിങ്ങളുടെ ഭാര്യ മക്കളെയും നീ കാക്കണേ തമ്പുരാന്. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലോ. 19 വയസ്സുള്ള പൊന്നുമോള്, ആ പെങ്ങളുടെ സഹോദരൻ ഈ സദസ്സിലിരിപ്പുണ്ട്. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് മാറാ രോഗങ്ങളെ തൊട്ട് എന്നെയും നിങ്ങളെയും അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു. ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ അതിനുവേണ്ടി ആയിക്കൊള്ളട്ടെ. ഒരുപാട് ചിലവുകളുണ്ട്, ഒരുപാട് ചിലവുകളുണ്ട് ബക്കറ്റ്. പെട്ടെന്ന് ഇൻഷാ അല്ലാ ബക്കറ്റ് സംഘാടകർ എന്താ ഇപ്പൊ ബക്കറ്റ് ഒന്നും ഇല്ല. ഇൻഷാ അല്ലാ എല്ലാവരും ഒരു നല്ല സദക്ക നിർത്തുകയോ 9:30 ഒരൊറ്റ ഖുർആൻ പറഞ്ഞ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാൻ റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ആരെല്ലാം സദക്ക കൊടുക്കുന്നു റബ്ബേ, പടച്ചവനെ മരിക്കുവോളം മറുത്തു മുറിക്കുന്ന ഒരു രോഗവും അല്ലാഹു അവർക്ക് ആർക്കും നീ നൽകല്ലേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. ബക്കറ്റൊന്നും ഇല്ലപ്പാ, ഒന്ന് പെട്ടെന്ന് ഇൻഷാ അല്ലാ, ആകെ അരമണിക്കൂറേ ഉള്ളൂ ഇൻഷാ അല്ലാ. പെട്ടെന്ന് ആരും എഴുന്നേറ്റൊന്നും പോകരുത് ഇൻഷാ അല്ലാ. ഒന്ന് പെട്ടെന്ന് ഒരു ഇത്തിരി വെള്ളം എന്താ ഉസ്താദേ, എളുപ്പം ആരും ഇല്ലേ? പെട്ടെന്ന് കൈയുടെ മനുഷ്യന്മാരെ പോക്കറ്റിനകത്ത് വെച്ചിരിക്ക. എല്ലാവരുടെ ഷർട്ടിലും പോക്കറ്റ് ഉണ്ട്. എന്നാ പള്ളിക്കുടി പോകുമ്പോ വെള്ള തുണിക്കകത്ത് ഇന്ന് വരെ ആരും പോക്കറ്റ് വെച്ചിട്ടില്ല. എല്ലാവരും പോക്കറ്റ് വെച്ചിട്ടുണ്ട്, എന്നാ മയ്യത്ത് തുണിയിൽ പോക്കറ്റ് ഇല്ല. മറക്കല്ലേ സഹോദരങ്ങൾ, അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകില്ല എന്നതിനർത്ഥം. പെട്ടെന്ന് ഓടി വാനിയ ബിസ്മില്ലാ. എല്ലാവരും പോക്കറ്റ് കൈയിട്ടോ. അള്ളാഹു നമുക്കൊക്കെ നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിഫലം പറഞ്ഞു തരാം. ബക്കറ്റ് 1 രൂപ ഇട്ട അതിന്റെ പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്നിട്ട് ഇൻഷാ അല്ലാഹ് ഓടി ഓടി എല്ലാവരും പിടിച്ചോ. പെട്ടെന്ന് കൊടുത്ത ഒന്ന് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റ് മുന്നിൽ വരുമ്പോ ഓരോ രൂപ ഇടുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു 1ാമത്തെ പ്രതിഫലം. ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ 1 രൂപയെങ്കിലും നിന്റെ പോക്കറ്റിനകത്ത് നിന്ന് നീ ഇട്ടാ നിനക്ക് കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം നിനക്ക് സാലിഹത്തായ ഭാര്യയെ കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാലിഹത്തായ ഭാര്യ, സാലിഹത്തായ ഭാര്യ, നിന്നെ ചതിക്കാത്ത, നിന്നെ നാണം കെടുത്താത്ത ഒരു സാലിഹായ ഭാര്യ നിനക്ക് വേണോ? നീ എത്ര കൊല്ലം കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത്?
തരുന്നതെങ്കിലും നിന്നെ വഞ്ചിക്കാത്ത ഭാര്യ. എത്ര വലിയ സൗന്ദര്യമുള്ളവനാണെങ്കിലും അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, എനിക്ക് വികാരമുണ്ട്, പക്ഷെ എനിക്ക് റബ്ബിനെ പേടിയാ, എന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന ഭാര്യ വേണോ? സദഖ ചെയ്യ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് സ്വാലിഹത്തായ ഭാര്യയെ കിട്ടും. രണ്ട് നിന്റെ മക്കൾ കാരണം ഒരിക്കലും നിനക്ക് കരയേണ്ടി വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മക്കൾ കാരണം കരയുന്ന എത്രയോ മാതാപിതാക്കൾ, കണ്ണീര് കുടിക്കുന്നത് ഇങ്ങനെ ഒരുത്തൻ എന്റെ വയറ്റിൽ പിറന്നല്ലോ അല്ലാ എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കൾ. സ്വാലിഹീങ്ങളായ മക്കളെ നിനക്ക് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന് പെട്ടെന്നിട്ട് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് 4 വിഭാഗം ഉണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇന്ന് നിർത്താം. ബാക്കി 3 വിഭാഗം ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സദഖ കൊടുക്കുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം. എന്റെ പ്രിയമുള്ളവരെ, ജോലിയില്ലാത്തവരുണ്ടല്ലോ, പഠിച്ചിട്ടിങ്ങനെ നടക്കുകയാണ്, ജോലിയില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ ഇടാ മറന്നു പോകല്ലേ. എവിടുന്നാണ് നിങ്ങൾക്ക് സാരികായ ഭാര്യയെ കിട്ടുമെന്ന് ഖുർആനാ പറയുന്നത്. മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. മൂസാ നബി ഒരു മനുഷ്യനെ കൊന്നിട്ട് മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ 2 പെൺമക്കൾക്ക് വെള്ളം കോരുന്നതിന് വേണ്ടി ഒന്ന് സഹായിച്ചപ്പോ പടച്ചവരെ വെള്ളം കോരി കൊടുക്കാറ് പടച്ചവനെ ശുഐബ് നബിയുടെ 2 പെൺമക്കൾക്ക് ഒരൽപ്പം വെള്ളം കോരി കൊടുത്തപ്പോ അല്ലാഹുവേ, മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? 11 വർഷം ജോലിയും ഒരു സ്വാലിഹത്തായ ഭാര്യയെയും നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ പ്രതിഫലമാണ് 11 വർഷം ജോലിയും കൊടുത്തു. 11 വർഷം പൈസയല്ല കൊടുത്തത്, 2 പെൺകുട്ടികൾക്ക് വെള്ളം കോരാ സഹായിച്ചപ്പോ റബ്ബ് കൊടുത്ത പ്രതിഫലം 11 വർഷം ജോലിയും ശുഐബ് നബിയുടെ മൂത്ത മകളെ വിവാഹം കഴിച്ചു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രതിഫലം സാലിഹീങ്ങളായ മക്കളാട്. റബ്ബേ, സാലിഹീങ്ങളായ മക്കളാട്, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത മക്കളാട്. എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട നവദമ്പതിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നന്മയുള്ള വീട് എങ്ങനെയെന്നറിയുമോ? നന്മയുള്ള ഭവനമേതെന്നറിയുമോ? സമാധാനമുള്ള വീട് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. പാതിരാത്രി അല്ലാഹുവേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് സാധാരണ വരേണ്ട സമയമായിട്ട് തന്റെ ഭർത്താവിനെ കാണാനില്ലാതെ ഒരു പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാണ്. തന്റെ ഭർത്താവിനെ കാണാനില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ പൊന്നുമകനുമായി കടന്നുപോയ തന്റെ ഭർത്താവിനെ കാണുന്നില്ല. അതാ മഹ്ദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല വീടിന്റെ വാതിലിൽ വിളക്കിൽ കത്തിച്ചു വെച്ച് ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. സാലിഹായ ഭാര്യ എങ്ങനെയാണ്? ഭർത്താവിനെ കണ്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കുന്ന ഭാര്യ. അല്ലാഹുവേ, ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും പൊന്നുമകനും അങ്ങകലെ നിന്ന് നടന്നു വരുന്നത് കാണുമ്പോ ഭാര്യയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷവാ. ഭാര്യയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷവാ. അതാ 2 പേരും അടുത്തടുത്ത് നടന്നു വരുമ്പോൾ വീടിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിലെ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല നോക്കുമ്പോ തന്റെ ഭർത്താവിന്റെ കൂടെ മൂന്നാമതൊരു മനുഷ്യനുണ്ട്, പ്രായമുള്ള ഒരു മനുഷ്യനുണ്ട്. വീടിന്റെ മുന്നിൽ വന്ന് സലാം പറഞ്ഞു. അതാ വീടിനകത്തേക്ക് കടന്നപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിച്ചു, തൽഹാ, കൂടെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാണ് തൽഹാ? അല്ലാഹുവേ, ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ കൊടുക്കാം നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതാണ്. അതാ ഉമ്മു സുലൈമിന്റെ കണ്ണ് നിറയുകയാണ്. ഉമ്മു സുലൈമിന്റെ കണ്ണ് നിറയുകയാണ്. തൽഹ ചോദിച്ചു, എന്തേ പെണ്ണ് കരയുന്നത്? എന്തേ പെണ്ണ് കരയുന്നത്? അവിടുന്ന് പറയുന്നു, തൽഹാ,
ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും പട്ടിണിയാണ്. ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും പട്ടിണിയാ. 11 വയസ്സുള്ള നമ്മുടെ പൊന്നുമോ ഭക്ഷണം വയറ് നിറച്ച് കടിച്ചിട്ട് 3 ദിവസമായല്ലോ. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഭക്ഷണം നമ്മുടെ മകന് കൊടുത്തിട്ട് ഇന്ന് നമുക്ക് രണ്ടുപേർക്കും പട്ടിണി ഇരിക്കാം. ആകെയുള്ളത് അല്പം ഭക്ഷണമാണ്. അല്ലാഹുവേ, അല്ലാഹു തആലാഹു കരയാൻ തുടങ്ങി. അല്ലാഹുവേ, വീടിനകത്ത് പോയ വാപ്പയെയും ഉമ്മയെയും കാണുന്നില്ല. 11 വയസ്സുള്ള അനസെന്ന പൊന്നുമോ വീടിനകത്ത് വരുമ്പോ വാപ്പയും ഉമ്മയും ഇരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആ സമയമുണ്ടല്ലോ പൊന്നേ, സാലിഹായ ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. ഒരു പാത്രത്തിനകത്ത് ഭക്ഷണമിടാ, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കാം. 4 പേർക്കും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കാം. എല്ലാവരും പാത്രത്തിനകത്ത് കൈയിടുമ്പോ 11 വയസ്സുള്ള പൊന്നുമോനോട് ഉമ്മ പറയുന്നു, മോനെ അനസേ, വിളക്കണച്ച് കളയണേ പൊന്നോരെ. ഉമ്മ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, പൊന്നുമോനെ വിളക്കണച്ച് കളയണേ. എന്റെ പൊന്നുമോ ഭക്ഷണം വാരി തിന്നല്ലേ. വെളിയിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യനെന്ന് ഭക്ഷണം കൊടുക്കാ. അല്ലാഹുവേ, ഭക്ഷണം എടുത്തു വെച്ച് 4 പേരും കൂടെ പാത്രത്തിന്റെ മുന്നിലിരുന്ന് 11 വയസ്സുള്ള പട്ടിണി കിടക്കുന്ന പൊന്നുമോ ഭക്ഷണത്തിലേക്ക് നോക്കി. എന്നിട്ട് തന്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി, അല്ലാഹുവേ, ഭക്ഷണം വാരി തിന്നണോ, ഉമ്മ പറഞ്ഞതനുസരിക്കണോ. സാലിഹായ മക്കളെങ്ങനാ വാപ്പാ, സാലിഹായ മക്കളെങ്ങനെയാണ്. പൊന്നുമോ 11 വയസ്സാട്, പട്ടിണിയാട്. റബ്ബേ, വിളക്കണയ്ക്കുകയാ. എന്നിട്ട് ഭക്ഷണം മാറിക്കഴിക്കാതെ പട്ടിണിയിരിക്കുകയാണ്. 4 പേരും ഇരുട്ടി തിരുന്നു. അവസാനം അൽഹംദുലില്ലാഹ്, റബ്ബേ, വീട്ടിൽ വന്ന മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടിറങ്ങി പോവുകയാണ്. അന്ന് രാത്രി ആ കുടുംബം പട്ടിണിയാ. ആരും കുറ്റപ്പെടുത്തിയില്ല. 11 വയസ്സുകാരൻ പോലും ചോദിച്ചില്ല, എനിക്ക് തരേണ്ട ഭക്ഷണം ഒരു മനുഷ്യൻ എടുത്തു കൊടുത്തല്ലോ. ആരുമൊന്നും മിണ്ടാതെ ചുരുണ്ട് കിടന്നുറങ്ങുകയാണ്. സുബഹിന്റെ സമയമെത്തി. അസ്സലാത്തു ഖൈറും മിനന്നൗം. സുബഹിന്റെ ബാങ്ക് വിളി കേട്ടപ്പോ ഭർത്താവ് ചാടിയെഴുന്നേക്കുകയാണ്. ഭാര്യ വിളിച്ചിട്ട് പറയുന്നു, പെണ്ണ്, സുബഹി ബാങ്ക് വിളിച്ചടി, എഴുന്നേറ്റ് നിസ്കരിക്കടി. ഭർത്താവ് അങ്ങനെയാകേണ്ടത്. അല്ലാഹുവേ, ഭർത്താവ് എഴുന്നേറ്റ് ഭാര്യ നിസ്കരിക്കാൻ വിളിച്ചു വിട്ടു. 11 വയസ്സുള്ള പൊന്നുമോ തളർന്നു കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, അല്ലാഹുവേ, 11 വയസ്സുള്ള മകന്റെ അടുക്കൽ പോയിട്ട് വാപ്പ പറയുന്നു, മോനെ അനസേ, എഴുന്നേക്കടാ, പള്ളിയിൽ പോകാ. പൊന്നുമോനെ, സുബഹിക്ക് പള്ളിയിൽ പോകാൻ എഴുന്നേക്കടാ. 11 വയസ്സുകാരൻ പറയുന്നു, വാപ്പാ, എന്റെ ശരീരം തളരുന്നു വാപ്പാ, എന്റെ ശരീരം തളരുന്നു വാപ്പാ. 11 വയസ്സുകാരനോട് വാപ്പ പറഞ്ഞു കൊടുക്കുന്നു, മോനെ, നിസ്കാരം നിർബന്ധമാ. മോനെ, നിസ്കാരം നിനക്ക് നിർബന്ധമാണ്. എന്റെ പൊന്നുമോന് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാപ്പ തോളിൽ കയറ്റി പള്ളികൾ കൊണ്ടുപോകാമടാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ 18 വയസ്സുള്ള മക്കൾ അടുത്ത റൂമിൽ കിടന്നാൽ എന്റെ വാപ്പ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോ ഒന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോകില്ലല്ലോ. സ്വന്തം ശരീരത്തോട് ചേർന്ന് കിടന്നവളോട് എടി എഴുന്നേക്കടിയെന്ന് നിസ്കരിക്കടിയെന്ന് പറയാത്ത എന്റെ ഉപ്പമാരോട് 11 വയസ്സുകാരനെ വിളിച്ചുണർത്തി തോളിലേറ്റിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നമസ്കാരം കഴിഞ്ഞു. സലാം വീട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയിന അബൂ തൽഹാ, അബൂ തൽഹ എവിടെ, അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്ന, അബൂ തൽഹാ, ഇന്നലെ വിളക്കണച്ചിട്ട് നിന്റെ വീട്ടിൽ നടത്തിയ വിരുന്നുണ്ടല്ലോ, അത് റബ്ബിന് വല്ലാതെ ഇഷ്ടപ്പെട്ട അബൂ തൽഹാ.
അബൂ തൽഹ റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ അങ്ങനെ അറിഞ്ഞു നബിയേ, അങ്ങനെ അറിഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, അബൂ തൽഹ ഇന്നലെ നിന്റെ വീട്ടിലും മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. ബക്കറ്റ് മുന്നിലേക്ക് വന്നപ്പോ 1 രൂപയെങ്കിലും ഇട്ട എന്റെ പ്രിയപ്പെട്ടവരോട്, സാലിഹത്തായ ഭാര്യയാണ്, സാലിഹീങ്ങളായ മക്കളാണ്, ഇസ്മായിൽ നബിയുടെ ചരിത്രം കേട്ടവരാണല്ലോ. അല്ലാഹുവേ, പൊന്നുമകന്റെ മുന്നിലേക്ക് വാപ്പ വന്നിട്ട് പറയുന്നു, മോനെ ഇസ്മായിലേ, നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. എന്താണടാ നിന്റെ അഭിപ്രായമുണ്ട്? 11 വയസ്സുള്ള പൊന്നുമോളോട് ഇബ്രാഹിം നബി ചോദിക്കുമ്പോ തന്റെ മകൻ എന്തേ പറഞ്ഞതെന്നറിയോ? ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. റബ്ബ് പറയുന്നതനുസരിക്ക് വാപ്പാ, വിധിയുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. 11 വയസ്സുകാരനായ മകൻ വാപ്പയോട് പറയുകയാ, എന്റെ കൈകാല് കെട്ടിയിട്ടിട്ടെറുക്കടേ, എന്നെ മലർത്തിക്കിടത്തിയിട്ടെറുക്കടേ. ഉപ്പ എന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ എന്റെ മുഖം കണ്ടാ ഉപ്പാന്റെ കൈ വിറയ്ക്കുമല്ലോ. ഇതുപോലെ ഒരു മകന് നമുക്ക് വേണ്ടേ? നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന പെറ്റിരിക്കുന്ന മക്കളോട്, 4ഉം 5ഉം മക്കളുള്ള ഉപ്പമാരോട് ഇന്ന് വയല് കടിഞ്ഞ് വീട്ടിൽ പോയിട്ട് നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ പൊന്നുമകനോട് ചോദിക്കണം, എടാ ഇന്ന് രാത്രി കിടന്ന് ഞാനങ്ങ് മരിച്ചുപോയി, നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് മയ്യത്ത് കെട്ടിൽ കൊണ്ടുവെക്കും. അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിക്കാനെടുക്കുമ്പോ എന്റെ പൊന്നുമോനെ, നിനക്ക് വേണ്ടി ജീവിച്ച ഈ ഉപ്പാന്റെ മയ്യത്തും അവസാനമായി കുളിപ്പിക്കാൻ അറിയുവോ പൊന്നുപോരെ? പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ എല്ലാം പഠിപ്പിച്ചല്ലോ. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഇന്ന് വരെ നിന്റെ പൊന്നുമോളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. നിന്റെ വീടിന്റെ പുറകിൽ നിന്റെ മയ്യത്തെടുത്ത് വെക്കുമ്പോ ഈ നാട്ടിലെ പ്രായമുള്ള തള്ളമാരെ തെണ്ടിയിട്ട് നിന്റെ പൊന്നുമോള് നടക്കും. ഈ എന്തിനെന്നറിയോ? പെറ്റ തള്ളയുടെ ജനാസ കുളിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ മക്കളെ കിട്ടിയിട്ട് എന്ത് കിട്ടാരാ? എന്റെ പ്രിയമുള്ളവരെ, സാലിഹായ ഒരു പൊന്നുമോ നമുക്ക് വേണ്ടേ? സാലിഹായ ഒരു പൊന്നുമോ നമുക്ക് വേണ്ടേ? 3ാമത്തെ പ്രതിഫലം, അല്ലാഹുവേ, നിങ്ങളോടൊരു ചെറിയ സദഖ ചോദിക്കാൻ പോവുകയാണ്. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഈ പരിപാടിയുടെ ചിലവ് നിങ്ങൾക്കറിയുമല്ലോ. സാധാരണ വാലിനേക്കാളും ഒരുപാട് ചെലവാണ്. എത്രയോ ക്യാമറകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ മൈക്ക് സെറ്റിന്റെ പൈസ കൊടുക്കണ്ട്, കസേരയുടെ പൈസ കൊടുക്കണ്ട്, പബ്ലിസിറ്റിയുടെ പൈസ കൊടുക്കണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കൊടുക്കുന്നതല്ലാതൊന്നുമില്ല. ഈ പാവങ്ങളെ സഹായിച്ചാ, ഇവരെ സഹായിച്ചാ നിങ്ങൾക്ക് കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം, നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമോൾ വീടിനകത്ത് കിടന്നുറങ്ങുമ്പോ മലക്കുകൾ ഇറങ്ങി വരികയാണ്. മലക്കുകൾ ഇറങ്ങി വരികയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തൽഹ, ഇന്നലെ ജിബ്രീൽ വന്നു. തൽഹ, ഇന്നലെ ജിബ്രീൽ വന്നു. ഖുർആനിലെ ഒരായത്തോടി കൊടുക്കുകയാണ്, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ഖുർആനിൽ പറഞ്ഞ വീടാകണ്ടേ, ഖുർആനിൽ പറഞ്ഞ വീടാകണ്ടേ. അതുകൊണ്ട് ഇന്ന് രാത്രി നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കിടന്നുറങ്ങുമ്പോ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിന്റെ കുടുംബത്തോട് സലാം പറയണ്ടേ. കൊടുക്കാ മനസ്സുണ്ടോ? കൊടുക്കാ മനസ്സുണ്ടോ? ഈ വാലിന്റെ സദസ്സിലിരിക്കുന്ന വല്ലാത്ത സന്തോഷമാ. ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ച ദിവസമാണ്. എന്റെ വാല് കേൾക്കുന്നവർക്കറിയാ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ സഹോദരങ്ങൾക്കറിയാ. എവിടെ വാലിന് പോയാൽ എന്റെ പ്രസംഗം അവസാനിക്കുന്നത് ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടാ, ഹാഫിളീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാ. എന്റെ പ്രിയമുള്ളവരെ, വയനാട് ജില്ലയിൽ വാലിന് പോയി. പടച്ചവരെ, 13 മക്കള് സദസ്സിന്റെ മുന്നിൽ
നിരന്നിരിപ്പുണ്ട്. അവര് കിടക്കുന്നതൊരിടത്താണ്, ഭക്ഷണം കഴിക്കുന്നതൊരിടത്താണ്, പഠിക്കുന്നതൊരു റൂമിനകത്താണ്. റബ്ബേ, പുതപ്പില്ല, കട്ടിലില്ല. വാലിന്റെ സദസ്സിൽ വെച്ച് അവസാനം പിരിവിന്റെ സമയത്ത് ഞാൻ ചോദിച്ചു, ഈ മക്കൾക്കൊരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ആരെങ്കിലും ഒരു സദഖ കൊടുക്കുമോ? ഒരുപാട് കോടീശ്വരന്മാരുള്ള സദസ്സാണ് റബ്ബേ. ആ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് 11 വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് സ്റ്റേജിലേക്ക് ഓടി വരികയാണ്. എല്ലാവരും അവന്റെ കയ്യിൽ പിടിച്ചു. സംഘാടകരുടെ ഇടയിലൂടെ ഓടി എന്റെ അടുക്കലേക്ക് വന്നിട്ട് 314 രൂപ എന്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇതാ മക്കൾക്ക് കട്ടില് വാങ്ങാനുള്ളതാ. അല്ലാഹുവേ, 11 വയസ്സ്, സ്റ്റേജിലും കോടീശ്വരന്മാരുണ്ട്, വെളിയിലുമുണ്ട്. ആദ്യം ഓടി വന്നിട്ട് 314 രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, എവിടെ നിന്നാ ബിലാല്? എല്ലാ ചില്ലറ പൈസയാണ് ഉസ്താദേ. ഇന്ന് ഈ സദസ്സിൽ കപ്പലണ്ടി വിറ്റിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യമാ ഉസ്താദ്. കപ്പലണ്ടി വിറ്റിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യമാണ്. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ വാപ്പ ഈ കൂട്ടത്തിലുണ്ടോ? നിന്റെ വാപ്പ ഈ സദസ്സിലുണ്ടോ? 11 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പാടതാ കണ്ടിട്ടില്ല. എന്റെ ഉമ്മയെ കളഞ്ഞിട്ട് ഉപ്പ പോയി. എന്റെ ഉപ്പാനെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ കണ്ണ് നിറയുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, ഉമ്മ വാഴ കേൾക്കാ വന്നിട്ടുണ്ടോ? കാരണം ഇങ്ങനെ ഒരു മകന് ജന്മം കൊടുത്ത ഉമ്മ ഈ സദസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ബിലാൽ എന്ന 11 വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, അടുത്ത വീട്ടിൽ മേശിരിപ്പണിക്ക് വന്നവന്റെ കൂടെ എന്റെ ഉമ്മയും ഒളിച്ചോടി ഉസ്താദ്. റബ്ബേ, കണ്ണു നിറഞ്ഞുപോയി. മൈക്കിന്റെ മുന്നിൽ നിന്ന് കാല് പതറിപ്പോയി, ശബ്ദം പതറിപ്പോയി. അതാ കസേരയിലിരുന്നു. അവൻ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ ആരാ നിന്നെ നോക്കുന്നത്? ഉസ്താദേ, അടുത്ത വീട്ടിൽ പോയി അടുക്കളപ്പണി നടത്തിയിട്ട് എന്റെ ഉമ്മയുടെ ഉമ്മയാ എന്നെ നോക്കുന്നത്. ശരീരം തളർന്നു കിടക്കുകയാ ഉസ്താദ്. ഒരു കാലും ഒരു കൈയും തളർന്നിട്ട് കിടക്കുകയാണ്. ഇതുപോലെ സദസ്സിൽ പോയി വെള്ളവും കപ്പലണ്ടിയും വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്റെ കുടുംബം ഇന്ന് കഴിയുന്നത്. ഈ പൊന്നുമോ 314 രൂപ എന്റെ കയ്യിൽ നീട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? ഞാൻ അവനോട് തമാശ എന്ന രീതിയിൽ ചോദിച്ചു, ബിലാലേ, എന്താണടാ നിനക്ക് ദുആ ചെയ്യേണ്ടത്? എന്താണടാ ബിലാലേ നിനക്ക് ദുആ ചെയ്യേണ്ടത്? ആ പൊന്നുമകൻ എന്നോട് പറഞ്ഞു, ഉസ്താദ്, നിങ്ങളല്ലേ വഅദ് പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുന്നവന് 40 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യമുണ്ടല്ലോ. ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുന്നവന് 40 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഉസ്താദേ, എനിക്കൊന്ന് ഹാഫിളാകണം. എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ഒന്ന് കാണാതെ പഠിക്കണം. എന്തിനെന്നറിയുവോ? എന്റെ വാപ്പ എന്നെ കളഞ്ഞപ്പോഴും എന്റെ പെറ്റുമ്മ എന്നെ വിട്ടിട്ട് പോയപ്പോഴും എന്നെ പൊന്നുപോലെ നോക്കി എന്റെ ഉമ്മുമ്മയുണ്ടല്ലോ, അവരുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാരാ. മക്കളെ, നമുക്കും മക്കളുണ്ടല്ലോ. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മകനെ റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടോ? ആ പൊന്നുമോനുള്ള ഈമാനെങ്കിലും നമുക്കുണ്ടോ? അല്ലാഹുവേ, ആ സദസ്സിൽ വെച്ച് തന്നെ ഒരു സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉസ്താദേ, അവന് ഹാഫിളാകുന്നത് വരെ എത്ര രൂപ ചെലവുണ്ടെങ്കിലും ഞാൻ കൊടുക്കാം. ആ സദസ്സിലിരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കൊടുക്കാം. അല്ലാഹുവേ, 2 ദിവസം മുമ്പ് എനിക്ക് അവന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു, ഉസ്താദ്, ഞാൻ ബിലാലാണ് ഉസ്താദ്. ഞാൻ എന്റെ വണ്ടിയിൽ വരുമ്പോ അല്ലാഹുവേ വയനാട് നിന്ന് ഫോൺ കോൾ വന്നു. അല്ലാഹുവേ, ബിലാൽ എന്ന പൊന്നുമോൻ എന്നോട് പറഞ്ഞു, ഉസ്താദ്, ഞാൻ ഹാഫിളായി ഉസ്താദ്, ഞാൻ ഹാഫിളായി ഉസ്താദ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പോയ ദിവസമാണ്. എന്റെ പ്രിയമുള്ളവര്, ഇതുപോലെ നമുക്കും മക്കള് വേണ്ടേ? ഇതുപോലെ നമുക്കും മക്കള് വേണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ. സാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കണ്ണിന്
കുളിർമയാകുന്ന മക്കള് നീ എനിക്ക് തരണല്ലോ. ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളെ തരണേ. ദുആ ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ട് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷേ പ്രതിഫലം പറഞ്ഞു തരാം. ഒന്ന്, നിന്റെ ഭാര്യ നന്നാവും, നിന്റെ ഭർത്താവ് നന്നാവും. നിന്റെ മക്കള് കാരണം ഒരിക്കലും നിനക്കൊരുത്തന്റെ മുന്നിലും തലതാഴ്ത്തേണ്ട അവസ്ഥയില്ല. മരിച്ച് കബറിനകത്ത് കിടന്ന കരയിപ്പിക്കുന്ന മക്കളല്ല. കബറിന്റെ ചാരത്ത് വന്നിട്ട് പൊട്ടിക്കരന്നിട്ട് എത്ര കൊല്ലം കഴിഞ്ഞാൽ അല്ലാഹുവേ എന്റെ ഉപ്പയാ, എന്റെ ഉമ്മയാ, സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലോ എന്ന് ദുആ ചെയ്യുന്ന മക്കളെ നമുക്ക് വേണ്ടേ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ് ഒരു സദക്ക കൊടുത്ത് പിരിഞ്ഞ് പാതിരാത്രി ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ സദക്ക ചോദിക്കുകയാ. അർഹമർ റഹീമായ അല്ലാഹ്, പടച്ചവരെ സദക്ക കൊടുക്കണമെങ്കിൽ നീ ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ കഴിയില്ല റബ്ബേ. പടച്ചവരെ ഒരു സാലിഹായ ഭാര്യയെ കിട്ടാ, ഒരു സാലിഹായ മക്കളെ കിട്ടാ, മലക്കുകൾ വീട് കാണാൻ വരാൻ എന്ന ആഗ്രഹത്തോട് പടച്ചവരെ സദക്ക നൽകാറുള്ള ഭാഗ്യം ഇവർക്ക് നൽകണമല്ലോ. ഈ സദസ്സിലെ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലോ. ഈ സദസ്സ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി ആകെ 15 മിനിറ്റ്. ഈ 15 മിനിറ്റിന്റെ ഉള്ളിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സ്വലാത്ത് പറഞ്ഞു ദുആ ചെയ്യണം. അതുകൊണ്ട് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല, എനിക്കങ്ങനെ സ്വഭാവവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനൊരു ചെറിയ സദക്ക, ഒരു മന്തി ബിരിയാണി നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ഒരു നേരം തിന്നു തീർക്കുന്ന പൈസ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി 1001 രൂപ അൽഹംദുലില്ലാ ഇന്നോ നാളെയോ ഈ സദസ്സിൽ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്ന അല്ലാഹ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അടിമയുണ്ടെങ്കിൽ ഒന്ന് കൈബുക്കാൻ ഇൻഷാ അല്ലാഹ്. ഈ സദസ്സിൽ അൽഹംദുലില്ലാ ഒന്ന് പൊക്കിക്കോ. അൽഹംദുലില്ലാ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 കുലൂ തക്ബീർ. പോരാ, പെട്ടെന്ന് 5 പേരും കൂടെ 20 കുലൂ തക്ബീർ. 21 22 23 24 അൽഹംദുലില്ലാ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് 25ാമത്തെ അടിമ പെട്ടെന്ന് 25. അല്ലാഹു സ്വീകരിക്കട്ടെ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സമയമില്ല, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് 27 ഇൻഷാ അല്ലാഹ് 28ാമത്തെ ആള് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് 3 പേരും കൂടെ 28 29 30 31 അൽഹംദുലില്ലാ. പുറകെ നിൽക്കണവരൊക്കെ കൈബുക്കണം, എണ്ണാൻ പോലും പറ്റണില്ല ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് 30 31 ഇൻഷാ അല്ലാഹ് 32 33 അൽഹംദുലില്ലാ. ഒരു 34 അല്ലാഹു സ്വീകരിക്കട്ടെ. പെട്ടെന്ന് സഹോദരിമാർ എത്ര പേരുണ്ടെന്ന് പെങ്ങളെ ഒന്ന് കൈപൊക്കിക്കോ. 1001 രൂപ. നിനക്കൊരു സാലിഹായ മക്കള്, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമോ അല്ലാഹു എത്ര പെണ്ണുങ്ങൾ കൈപൊക്കി. എണ്ണാനാണെങ്കിൽ മഹബൂബെ സമയമില്ല, പറ്റാൻ പോലുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. 44 അൽഹംദുലില്ലാ. പെട്ടെന്ന് പൊങ്ങട്ടെ. 50 ആണുങ്ങൾ വേണം, എനിക്ക് കൂടുതലൊന്നും വേണ്ട. ഒരു 6 ആണുങ്ങളും കൂടെ പെട്ടെന്ന് കൈപൊക്കി ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തിയേക്കാം. മൈക്ക് സെറ്റുകാരൻ എന്തേപ്പാ മൈക്ക് സെറ്റുകാരൻ എന്റെ പേരെന്താ മോനെ? നമ്മുടെ കോമല്ലേ? ഒരു 1000 രൂപ കൊടുത്തേക്കണം കേട്ടോ. നിന്റെ മോലാളി എടുത്ത് പറഞ്ഞേക്കണം ഇൻഷാ അല്ലാഹ്. 45 അൽഹംദുലില്ലാ. 46ാമത്തെ ആള് പെട്ടെന്ന് 46 ഇൻഷാ അല്ലാഹ്. 50 അടിക്കണം, എനിക്ക് 50 വേണം പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. 47 48 രണ്ടുപേരും കൂടെ 49 കുലൂ തക്ബീർ. 50 അൽഹംദുലില്ലാ. 51 അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഉണ്ടപ്പാ അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരിമാര് അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സംഘാടകർ എല്ലാവരുടെ കയ്യിലും ഒരു കവർ കൊടുക്കാൻ നമുക്ക് സമയം കുറവാണ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ കയ്യിൽ എന്തേ കവർ പെട്ടെന്ന് കൊടുത്തു ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് മോനെ കവർ എന്തേ കവർ കൊടു പെട്ടെന്ന് ജൽദി
ദുആ ചെയ്യാൻ സമയമല്ല. പെട്ടെന്ന് കവർ അങ്ങോട്ട് കൂടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മറഹീമായ പടച്ചവനെ, ദയാലുവായ അല്ലാഹുവേ, ഈ പാതിരാത്രിയിൽ ഒരു ചെറിയ സദക്ക ചോദിച്ചപ്പോ അല്ലാഹുവേ 50-ൽ പരം എത്രയുണ്ടെന്നറിയില്ല തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് അല്ലാഹുവേ 1001 രൂപ തന്റെ ഭർത്താവും മക്കളുമായിട്ടിരുന്ന് കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ ചോദിച്ചപ്പോ അല്ലാഹുവേ, ഞാൻ കൊടുക്കാം ഉസ്താദേ, എനിക്ക് വീടില്ലെങ്കിലും, എനിക്ക് രോഗിയാ, എനിക്ക് കേറിക്കിടക്കാൻ വീടില്ലെങ്കിലും, പടച്ചവനെ ഞാൻ രോഗിയാണ്, സമ്പത്തില്ലാത്തവളാണെങ്കിലും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ സദക്ക കൊടുത്ത എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരറുത്തു മുറിക്കുന്ന രോഗവും നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ ഇവർക്ക് ആർക്കും നീ നൽകല്ല അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഭാര്യ അടുത്ത് വന്ന് നിന്നിട്ട് എന്റെ ഭർത്താവൊന്ന് മരിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ ഇവർക്ക് നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല മരണം നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് 1001 രൂപയുടെ പ്രതിഫലമായ സ്വർഗ്ഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വർണ്ണ മോതിരം മരിച്ചുപോയ ഉമ്മ, വാപ്പ, ഭർത്താവ് 3 പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, ആ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ പടച്ചവനെ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ പടച്ചവനെ. ആ പെങ്ങളെ പ്രസവിച്ച ഉമ്മയും വാപ്പയും ഇങ്ങനെ ഒരു മകൾ എനിക്ക് ജനിച്ചല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷിക്കണേ. അൽഹംദുലില്ലാഹ്, സാലിഹായ മക്കളെ കിട്ടാൻ ഒരു സദക്ക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കബർ കൊടുത്തോ ഇൻഷാ അല്ലാഹ്. സമയം തീർന്നു ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ആ കവർ വേടിച്ചവരൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് എഴുന്നേറ്റ് വരിക. എഴുന്നേക്ക ബിസ്മില്ലാ, എഴുന്നേക്ക്. കവർ വേടിച്ചവർ ഫ്രണ്ടിലേക്ക് ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് കയറി വാ, ദുആ ചെയ്യാൻ. എഴുന്നേറ്റ് ബിസ്മില്ലാ, ദുആയ, വേറൊന്നുമില്ല, പിരിവൊന്നുമില്ല, കഴിഞ്ഞു ബിസ്മില്ലാ. പെട്ടെന്ന് റോഡിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് അകത്തേക്ക് കയറാ. ചിലപ്പോൾ മൈക്ക് ഓഫ് ആക്കേണ്ട വരും, ഓഫാക്കിയ ദുആ കേൾക്കണമല്ലോ, അതുകൊണ്ടാ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. കവർ കൊടുത്ത് വേടിച്ചിട്ട് വരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും 1000 രൂപ പേരൊന്നും അറിയില്ല, എഴുതാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് അതൊരു കടമാണ്. കൊടുക്കാമെന്ന് നിയത്ത് ചെയ്തവരാ. നാളെ കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് ഇൻഷാ അടുത്ത് നിൽക്ക്. ആ റോഡിൽ നിൽക്കുന്ന സഹോദരങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് ഒന്നീ വേദി കയറുക, അല്ലെങ്കിൽ മാറിപ്പോ. രണ്ടിലൊന്ന്. ഒന്നീ സ്വർഗത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ പോ. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കരുത്. അടുത്ത് നിൽക്കുമ്പോ ഇങ്ങോട്ട് അടുത്ത് നിൽക്ക്. പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാഹ്. മൈക്ക് ഇപ്പൊ ഓഫാക്കും. പെട്ടെന്ന് കയറിക്കും ഇൻഷാ അല്ലാഹ്. പോലീസുകാരുണ്ട്, അവർ പറഞ്ഞ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അകത്തോട്ട് കയറി. സ്വലാത്ത് പറ. കബർ മേടിച്ചോണ്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. صلي على محمد يا ربي صلي عليه وسلم. പെട്ടെന്ന് ഇൻഷാല്ലാഹ് ഇങ്ങോട്ട് കയറി വരും മനുഷ്യന്മാരെല്ലാവരും. നമ്മൾ അകന്നകന്ന് നിന്നാ നമ്മളെ ചെന്നായി പിടിച്ചുകൊണ്ട് പോകും. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പട്ടിയെ കുറിച്ചാണ്. അപ്പൊ വെറുതെ എന്തിനാ ഒറ്റയ്ക്ക് പെട്ടുപോകുന്നവനെ, ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ പിടിച്ചുകൊണ്ട് പോകുന്ന. അപ്പൊ അങ്ങനൊന്നും വേണ്ട, അകത്തോട്ട് കയറി നിൽക്ക്. എന്റെ പ്രസംഗം ഇതാ. ഞാൻ സംഘടന പറയൂല, ആരെയും കുറ്റപ്പെടുത്തൂല. ഇതാണ് വഅദ്. അള്ളാഹു ഇങ്ങനെ തന്നെ ജീവിച്ച്. അള്ളാഹുവേ, നമ്മുടെയൊക്കെ മഹാന്മാര്, സമസ്തയുടെയൊക്കെ നേതാക്കന്മാരെ നോക്ക്. അത്തിപ്പറ്റ ഉസ്താദ് എന്നും ജീവിച്ചിരിപ്പുണ്ട്, ചെറുശ്ശേരി ഉസ്താദ്, ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അവരാരും നമ്മളെ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതേ രീതിയിൽ ജീവിക്കാം. എന്നിട്ട് നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ വരണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ദുആ ചെയ്യാം. അടുത്ത് നിൽക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രവർത്തിക്കാനും ഒരു സ്വാലിഹായ അമലായും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കബീർ ബാക്കവി ഉസ്താദിന്റെ വഅദാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഖബർ തന്നിട്ടുണ്ട്, കിട്ടാത്തവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ ഒരു 313 രൂപ അതിനകത്ത് വെച്ചിട്ട് നാളെ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആഗ്രഹത്തോടു കൂടി അതിനകത്ത് ഇടുക. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നാളെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അവസ്ഥ അറിയാലോ, പെട്ടെന്ന് 2 മണിക്കൂറേ നമുക്കുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ നേരത്തെ വന്നാൽ ഒരു 7:30-ക്കെങ്കിലും നാളെ തുടങ്ങിയ ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ വിഷയം പരിപൂർണമായി പറഞ്ഞു തീർക്കാൻ കഴിയും. അതുകൊണ്ട് സാധാരണ വഅദിന് വരുന്നത് പോലെയല്ല, നാളെ ഇൻഷാ അല്ലാഹ് 7:30-ക്ക് തന്നെ വഅദ് തുടങ്ങും. എല്ലാവരും നേരത്തെ പങ്കെടുക്കണം. 10 മണിക്ക് നിർത്തണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? സ്വീകരിക്കൂലേ റബ്ബ്? സ്വീകരിക്കൂലേ? മാഷാ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് ഒന്നും പറയില്ല മനുഷ്യന്മാരെ. ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വീകരിക്കും, ഇൻഷാ അല്ലാഹ് പറയരുത്. ഉറപ്പുള്ള കാര്യത്തിൽ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒന്നീ സ്വീകരിക്കും, ഇല്ലെങ്കിൽ സ്വീകരിക്കില്ല, ഇൻഷാ അല്ലാഹ് പറയരുത്. കാരണം ദുആയിൽ സംശയം പാടില്ലെന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഇന്നത്തെ ദുആ റബ്ബ് സ്വീകരിക്കൂലേ? സ്വീകരിക്കും. ഉറച്ചുള്ള വിശ്വാസം മാത്രം മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ചിലപ്പം സമയത്തിന്റെ പരിധി 5 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് തോന്നില്ലേ? ഇൻഷാ അല്ലാഹ് എന്തായാലും പോലീസുകാരൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഈ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ.